അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും വളരെയേറെ രോഗാതുരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകിയല്ലോ. ദൈവത്തിൻ്റെ അനന്തമായ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയിച്ചാൽ COVID-19 ഒരു പ്രത്യേകമായ ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയത്. അതിജീവനത്തിൻ്റെ ഒരു പ്രത്യേകമായ അവസരത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് പറയാമെങ്കിലും വൈറസിന്റെ പലവിധമായ പ്രതിസന്ധികളും ഭാരങ്ങളും നാം അനുഭവിക്കുന്നു. പ്രത്യേകിച്ചും ഈ വർഷത്തെ ഈ കൺവെൻഷനിൽ ദൈവങ്ങളോട് ചേർന്നായിരിക്കാൻ എനിക്ക് അവസരം നൽകിയ ഏറ്റവും സ്നേഹബഹുമാനമുള്ള മാത്യുവച്ചൻ, അച്ഛൻ സെമിനാരിയുടെ ഡോക്ടറായിരുന്നു. അന്ന് മുതലുള്ള ഒരു വലിയ ആത്മീയ ബന്ധം, ഒരു സ്നേഹബന്ധം അച്ഛനുമായിട്ടുണ്ട്. അച്ഛൻ നിരവധി പുസ്തകങ്ങൾ വായിക്കും. പലപ്പോഴും പല പുസ്തകങ്ങൾ ഞാൻ അച്ഛൻ എടുക്കൽ പോയിട്ടാണ് വാങ്ങിക്കുകയും സെമിനാരി ജീവിതത്തിൽ എനിക്ക് വളരെയേറെ കരുത്തായ സഹായമായിരുന്ന ഒരു സഹോദരനെ പോലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു വലിയ സ്നേഹം കൊണ്ട് അച്ഛൻ തൃശ്ശൂരായിരുന്ന സമയത്ത് അവിടെ പോകുവാനും കഴിഞ്ഞ വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുന്ന മനോഹരമായ പാട്ടുകൾ പാടുന്ന നിരവധി അനുഗ്രഹമായ ചാനലുകളുള്ള അച്ഛൻ്റെ മക്കൾ എല്ലാവരെയും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചർച്ചിൽ ഈ ദിവസങ്ങളായിരിക്കാൻ അറിയുന്നു അവസരം നൽകി എന്നെ ക്ഷണിച്ച സീനിയർ ആണെങ്കിലും ജൂനിയറായ എന്നെ ചരിത്രത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന അവസരങ്ങൾ നൽകുന്ന അച്ഛനോട് പ്രത്യേകിച്ച് നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് ലൂയിസ് അച്ഛൻ. ഞങ്ങൾ സെമിനാരിൽ ഒന്നിച്ചുണ്ടായിരുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു വലിയ ശ്രേഷ്ഠനാണ്. വളരെ ആ സ്നേഹബന്ധവും വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ ഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ലൂയിസ് അച്ഛനോട് ചേർന്ന് ആയിരിക്കുന്ന വലിയ ഭാഗ്യമാണ്. അച്ഛനെ കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷമാണ്. അച്ഛനെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ അനുഗ്രഹമായ അച്ഛൻ പറഞ്ഞതുപോലെ കൺവെൻഷൻ പോയാൽ ദൈവം നൽകിയ വരദാനമായ സംഗീത മാധ്യമത്തിലൂടെ വളരെ അനുഗ്രഹീതമായ പാടുന്നതായി സംഘാടകരായി അവർ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിന്റെ ഒരു വലിയ പ്രതിസന്ധിയും ഭയങ്കരവും ഭാര്യകളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ചെറിയ ആളുകൾ ഒരുമിച്ച് വന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയുകയാണ്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമൃതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരെ കാണാത്തവരും കാണാൻ കഴിയാത്തവരും തക്ക സമയത്ത് പ്രത്യക്ഷപ്പെടുന്നതുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കും. ഈ ദിവസങ്ങളുടെ ചിന്തകൾക്ക് ആധാരമായി നമ്മൾ വായിച്ചു വരുന്ന ഭാഗം മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒരാൾക്ക് വാക്യം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. അത്തിയെ നോക്കി ഉരുമ പഠിക്കും, അതിന്റെ കൊമ്പ് ഇടതായി ഇടതളർക്കുമ്പോൾ വേനലെടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നിമിഷത്തിനായി സ്തോത്രം ചെയ്യും. ലോക സംഭവങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ കർത്താവേ, ഈ കാലഘട്ടത്തിൽ ദൈവദിനത്തിന്റെ അടിസ്ഥാനം ഉപേക്ഷിച്ചതുകൊണ്ട് പ്രാണനാഥനായ ക്രിസ്തുവിന്റെ ദൈവമാകുന്ന ആഗമനത്തെ ഓർക്കുന്ന വളരെ പ്രാർത്ഥനയോടെ അടുത്ത ഒരു നിമിഷങ്ങളിൽ കർത്താവിനോട് സംസാരിക്കണമേ. മനുഷ്യന്റെ വാക്കുകൾ ആവശ്യമില്ലെന്നാണ് അതെല്ലാം മാറിപ്പോകുന്നതാണല്ലോ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞാൻ ഏറ്റവും പറയണം, അങ്ങനെ എന്നെ ബോധ്യപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്തിയെ നോക്കി ഉപമപഠിപ്പിക്കും, അതിന്റെ കൊമ്പ് ഇടതായി ഇടതളർക്കുമ്പോൾ വേനലെടുത്തു എന്ന് അറിയുന്നത്. ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ അവനടുക്കൽ വാതിൽക്കൽ എന്ന് മനസ്സിലാക്കി. നമുക്കറിയാം, വല്ലാതെ ഭയപ്പാടിന്റെ രോഗാതുരമായ ഒരു കാലഘട്ടത്തിൽ നമസിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ക്രൈസ്തവ ലോകത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിന്, ദൈവാരാധനയ്ക്ക്, പ്രാർത്ഥനകൾക്ക് നിരവധിയായ ചോദ്യങ്ങൾ നേരിട്ടൊരു കാലഘട്ടമാണ്.
നിരീശ്വരവാദികൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു കാലം. അവർ പറയുന്നു, ഞങ്ങൾ പറഞ്ഞില്ലേ ആരാധനയ്ക്ക് പോകേണ്ട കാര്യമില്ല, ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ. ഇന്ന് ആരാധനാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. നമ്മുടെ ചിന്താഗതികളൊക്കെ ഒരു മാറ്റപ്പെട്ട ഒരു കാലഘട്ടമാണ്. നിരീശ്വരവാദികൾ ഇങ്ങനെ ചോദ്യം ഉയർത്തുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് ചില ഉത്തരങ്ങളുണ്ട്. ദൈവമാണ് ഈ ന്യായവിധി അയച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ന്യായവിധിയാണ്. അങ്ങനെയാണ് നിരീശ്വരവാദികൾ ചോദിക്കുന്നു എങ്കിൽ ക്രിസ്ത്യാനികളെ, വിശുദ്ധന്മാരെ, ആലയത്തിൽ പോകുന്നവരെ ഒന്ന് രക്ഷിച്ചുകൂടെ? ദേവാലയത്തിലെങ്കിലും വൈറസ് കേടാതെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടുന്ന സംഭവങ്ങളാണ്. പകർച്ചവ്യാധികളൊക്കെ വരും, ഇത് അന്ത്യകാല ലക്ഷണമാണ് എന്ന് നാം പറയും. ആരാധനാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ട ഒരു കാലഘട്ടം. നമ്മൾ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞവർ ആരാധനാലയം അടയ്ക്കപ്പെട്ടിട്ട് അച്ഛന്മാരും ശുശ്രൂഷകരായ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും ആരാധനയ്ക്ക് ആലയത്തിലേക്ക് വരണ്ട. പ്രായമായവരെ കാണുക, നമ്മൾ പറയും പ്രായമായവരെല്ലാം പ്രായമായി പള്ളിയിൽ വരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 60-65 വയസ്സിന് മുകളിലുള്ള ആരും പള്ളിയിൽ വരണ്ട എന്ന് നാം പറയേണ്ടി വന്നു. കുഞ്ഞുങ്ങളെ മുടങ്ങാതെ ദേവാലയത്തിൽ വിടണമെന്ന് പറഞ്ഞിരുന്ന നമുക്ക് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ആലയത്തിൽ വരണ്ട എന്ന് പറയേണ്ടി വന്നു. നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഭയപ്പാടിന്റെ ഒരു കാലഘട്ടമാണ്. പ്രതിസന്ധികൾ വന്ന ഒരു കാലഘട്ടത്തിൽ നാം ഓർക്കുക, അത്തിയെ നോക്കി ഒരു മമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതെടുക്കുമ്പോൾ വേനലടിച്ചുവെന്ന് അറിയണം. ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, നിരവധി തവണ ആരാധനാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും വിശ്വാസത്തെ ഇങ്ങനെ വിശ്വാസവീരന്മാർ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ തീർച്ചയായിട്ടും ദൈവമാകുന്ന പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, കൂടുതൽ അടുത്തു. നമ്മളും അത്തരത്തിൽ ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ട കാലഘട്ടത്തിൽ ദൈവം നൽകിയ ലഭ്യമാകുന്ന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സൂമിലൂടെ, ഗൂഗിൾ മീറ്റിലൂടെ, പലവിധമായ സാധ്യതകളിലൂടെ ദൈവത്തെ ആരാധിച്ചു. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവാരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട സമയത്ത് ഭവനങ്ങൾ നാം ദേവാലയങ്ങളാക്കി. കുടുംബമായി ഒരുമിച്ച് ദൈവസ്ഥനിൽ ചേർന്ന് നിന്നും ആരാധിച്ചു. അതിന്റെ അർത്ഥം എവിടെയും ദൈവത്തെ ആരാധിക്കാം. എരിയുന്ന തീച്ചൂളയിലും ദൈവത്തെ ആരാധിക്കാം. തകരാൻ പോകുന്ന കപ്പലിലും ദൈവത്തെ ആരാധിക്കാം. സിംഹത്തിന്റെ കൂട്ടിലും ദൈവത്തെ ആരാധിക്കാം. ഇരുട്ടിന്റെ കോട്ടകൾ എത്ര പ്രബലമാണെങ്കിലും യേശുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അനുഗമിക്കുന്ന ഭക്തനറിയാം ഇത് യേശുവിന്റെ ദൈവമാകുന്ന സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോട് അടുത്തു വരുവാനുള്ള പ്രത്യേക കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് 4 യാമങ്ങൾ എന്നുള്ള വിഷയത്തെ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ. അത്തി എന്ന് പറയുന്ന വൃക്ഷം തിരുവചനത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ എന്ന് പറഞ്ഞാൽ യഹൂദനെ കുറിക്കുന്നതാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ് അത്തി എന്ന വൃക്ഷം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതെടുക്കുമ്പോൾ വേനലടിച്ചുവെന്ന് അറിയണം. വേനലെടുത്തു കഴിഞ്ഞാൽ അവൻ അടുക്കൽ വാതിക്കൽ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 യാമങ്ങളെ സഭ വീണ്ടെടുത്ത അന്ന് മുതൽ യേശുവിന്റെ 2ാമത്തെ വരവരെയുള്ള പ്രത്യേകമായ ഒരു കാലഘട്ടത്തെ അധികരിച്ചുകൊണ്ട് 4 യാമങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് അത്തി എന്ന വൃക്ഷം തളർത്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ. അതായത് കൊമ്പ് ഇളതെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയുവാൻ കഴിയണം. അത്തി തളർത്തത് 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത്. അന്ന് അത്തി തളർത്തു. അത്തി തളർത്ത 2 വേനലെടുത്തു എന്നറിയണം. വേനലെടുക്കുമ്പോൾ ചില സംഭവങ്ങൾ നടക്കുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നാളത്തെ ചിന്തയിൽ നമുക്ക് ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ച്
ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അധികാര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 യാത്രകളെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ചില പ്രത്യേകമായ സംഭവങ്ങൾ. ഒന്ന്, പ്രളയം വരുന്നൊരു കാലഘട്ടം. മോഹി എന്നും പല വിധത്തിലുള്ള പേരുകൾ ചുഴലിക്കാറ്റിൽ ആഞ്ഞടിച്ചൊരു കാലഘട്ടം. ഞങ്ങളുടെ അടുത്ത് മുണ്ടക്കരയിലാണ് കൂട്ടിക്കലിൽ കഴിഞ്ഞ മാസങ്ങളിൽ വന്ന ഒരു വലിയ പ്രളയം. നമുക്കവിടെ ഒരു പള്ളിയുണ്ട്, മുണ്ടക്കരയിച്ച് കൂട്ടിക്കൽ. വളരെ പെട്ടെന്നാണ്, ഇതുവരെ അവർ ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു പ്രളയം വന്ന് ഒരു പുതിയ വീട് പണിത് അവിടെ ഒരു 6 പേര് അവർ വീടെല്ലാം നന്നായിട്ട് കടി വൃത്തിയാക്കി എനിക്ക് താമസത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വളരെ സന്തോഷത്തോടെ ചെയ്യുമ്പോഴാണ് പ്രളയം വന്ന് ആ വീട് തകർക്കപ്പെടുകയാണ്. 6 പേരും മരിച്ചു പോകുന്നൊരു കാലഘട്ടം. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം, പ്രളയം വരുന്ന ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടം. വേദപുസ്തകത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം, കടലിന്റെയും ഓളത്തിനും ഒടുക്കത്തിനൊത്ത ബഹുജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമമുണ്ടാകും. അന്ത്യകാല ലക്ഷണങ്ങളിൽ വേദപുസ്തകത്തിൽ പറയുന്ന കടലിന്റെയും ഓളത്തിന്റെയും മുടക്ക നിമിത്തം ബഹുജാതികൾക്ക് പരിഭ്രമത്തോടുകൂടിയ, നിരാശയോടുകൂടിയ, ഭയത്തോടുകൂടിയ പരിഭ്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, അവൻ അടുക്കൽ വാതുക്കലാണ്. എതിർക്രിസ്തുവിന്റെ ഭരണം വാതുക്കലാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളിങ്ങനെ ഈ ലോക സംഭവങ്ങളെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം പറയും ഒരുപാട് കണ്ടുപിടുത്തം നടത്തി. നാം പറയും പണമുണ്ടെങ്കിൽ എല്ലാമായി, പണമില്ലാത്ത കുഴപ്പമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ കോവിഡ്-19 ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പണത്തിനോ പദവികൾക്കോ ഡിഗ്രികൾക്കോ സൗന്ദര്യത്തിനോ പണത്തിനോ ഒന്നിനും നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. സമയത്ത് നിസ്സഹായകരായി നാം നിൽക്കേണ്ടി വരും. ഇറ്റലി നാം കണ്ടതാണല്ലോ. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ സംഭവിച്ചത്. ആരാധനാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ടു. പല സ്ഥലങ്ങളിൽ അവര് പലവിധമായ മാളുകളാക്കി മാറ്റി, സിനിമാ തിയേറ്ററുകളാക്കി മാറ്റി, ബാറുകളാക്കി മാറ്റി. എന്നാൽ ഇറ്റലിയിൽ ശവക്കോട്ടകൾ നിറഞ്ഞ്, മോർച്ചറികൾ നിറഞ്ഞ്, കോവിഡ്-19 വന്ന് ഭയപ്പെട്ട്, കൊറോണ വൈറസിനെ ഭയപ്പെട്ട് നിരവധി ആളുകൾ മരിച്ചു വീണപ്പോൾ നാം മാധ്യമങ്ങളോട് കണ്ടതാണ്. അവർ ഒരുമിച്ച് ചേർന്ന് മൈതാനത്തിലേക്ക് പോയി ഒരുമിച്ച് ഒരു വലിയ സമുച്ചയം മുടങ്ങാൻ വഴക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ പാപമാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. 1-ാം രാഷ്ട്രങ്ങൾ പോലും കേവലം സോപ്പ് കുമളയിൽ കഴുകിക്കളയാവുന്ന വൈറസ് നിമിത്തം ഭയപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോവിഡ്-19 കൊറോണ വൈറസിന്റെ നീളം, അതിന്റെ അളവിനെ കുറിച്ച് വൈറോളജി ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ സൂക്ഷ്മജീവി എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അതിനേക്കാൾ ചെറുതാണ് കോവിഡ്-19 എന്ന് പറയുന്ന വൈറസ്. അതിന്റെ നീളം എന്ന് പറയുന്നത് നാനോമീറ്ററിലാണ്. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ ഒരു മനുഷ്യന്റെ നഖം വളരുന്നത് 1 നാനോമീറ്ററാണ്. എത്ര സൂക്ഷ്മതയോടെ നോക്കിയാലും എപ്പോഴാണ് നഖം വളരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേറെ നിസ്സാരമായ ഒരു വൈറസ്. നമുക്കറിയാം, മാസ്ക് വെച്ചിരിക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, സോപ്പ് വെള്ളം വെച്ച് നമ്മൾ കൈ നന്നായിട്ട് കഴുകുന്നു. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് കേവലം സോപ്പ് കുമ്പളയിൽ കഴുകിക്കളയാവുന്ന ഒരു വൈറസ്. നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, മറന്നു പോകരുത്. ഒരുപാട് കണ്ടുപിടുത്തം നടത്തി അഭിമാനിച്ചാലും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ വളരെയേറെ പരിമിതികളുണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ആടിയുടെ ആടകളിൽ ആരായുന്നവൻ, ആകാശ നേർത്തകളെ വികരിക്കുന്നവൻ, ശാസ്ത്ര പാഠവത്തെ അത്ഭുതപരമായ നേട്ടങ്ങൾക്ക് ഇവര് ചട്ടത്തെ പിളർക്കാൻ, അറ്റമായുധം കണ്ടുപിടിക്കാൻ, അമ്പരച്ചുകളുടെ സൗദങ്ങൾ പടുത്തുയർത്തിയ യന്ത്ര മനുഷ്യനെ വിപണിയിൽ ഇറക്കിയ മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നിഷ്പ്രഭമായി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്നൊരു കാലഘട്ടത്തിൽ അത്യതടുത്തു, വേദനെടുത്തു എന്നറിയണം. യേശു കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവങ്ങൾ. 1, കടലിന്റെയും ഓളത്തിനും ഒടുക്കുന്ന വ്യഭിചാരങ്ങൾക്ക് നിരാശയോടുകൂടി പരിഭവമുണ്ട്. 2, കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം, റൊണാൾഡോവിന്റെ അന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായി യെരുശലേമിനെ അവിടെ തിരഞ്ഞെടുത്തു. ടെൽ-അവീവ് ആയിരുന്നു ഇസ്രായേലിന്റെ തലസ്ഥാനം, ഇപ്പോൾ യെരുശലേം ആയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സെഖര്യാ പ്രവാചക പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അന്നാളിൽ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അപ്പോൾ 2 സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം യെരുശലേമാണ്. യെരുശലേം ആകുമ്പോൾ സെഖര്യാവ് എന്ന പ്രവാചകൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ച പ്രവചനങ്ങൾ നിവൃത്തിയാക്കുകയാണ്. അന്നാളിൽ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. 2-ാമത്തെ സംഭവം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് യഹൂദനൊരു ആലയം വേണം. യഹൂദന ആലയം എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ്. എല്ലാ വെള്ളിയാഴ്ചയും യഹൂദൻ വിലാപമതിൽ പോയി അവര് തലതല്ലി കരയുന്നുണ്ട്, തമ്പുരാനെ ഞങ്ങൾക്ക് ഒരു ആലയം വേണം, കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിന്റെ ഡോക്ടർ
അമേരിക്കയുടെ അനുവാദത്തിനുവേണ്ടി കാത്തു നിൽക്കുന്ന കമലാബിസ്കിയുടെ നേതൃത്വത്തിൽ ക്രമീകരണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 4 യാമങ്ങൾ. ഒന്നാമത്തെ യാമം സന്ധ്യായാമമാണ്. അതിന്റെ വാക്യം വായിക്കാം. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. ആമേൻ. 4 യാമങ്ങൾ. 1 സന്ധ്യായാമം, 2 അർദ്ധരാത്രിയുടെ യാമം, 3 കോഴി കൂവുന്ന യാമം, 4 പുലരിയുടെ യാമം. 4 വാച്ച് ടവറുകളായി സന്ധ്യയ്ക്ക് 6 മണി മുതൽ പ്രഭാതം 6 മണി വരെ ഈ പ്രത്യേകമായി യഹൂദന്മാർ തിരിച്ചിരുന്നു. ഒന്നാമത്തെ യാമം എന്ന് പറയുന്നത് സന്ധ്യായാമമാണ്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തെയാണ് സന്ധ്യായാമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ യാമം അർദ്ധരാത്രിയുടെ യാമമാണ്. 9 മണി മുതൽ 12 മണി വരെയുള്ള രണ്ടാമത്തെ യാമം. മൂന്നാമത്തെ യാമം 12 മണി മുതൽ 3 മണി വരെയുള്ള കോഴി കൂവുന്ന യാമം. ഇത് ഈ യാമത്തിന്റെ ആരംഭത്തിലും കോഴി കൂവിയിരുന്നു, അവസാനത്തിലും കോഴി കൂവിയിരുന്നു എന്ന വിശ്വാസത്തിലാണ് കോഴി കൂവുന്ന യാമമെന്ന് ഇതിനെ പറയുന്നു. 4ാമത്തെ യാമം എന്ന് പറയുന്നത് പുലരിയുടെ യാമമാണ്. നാഥൻ നടന്നെടുക്കുന്ന യാമം, നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു മേഘത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് 3 മണി മുതൽ 6 മണി വരെയുള്ള യാമമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 4 യാമത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. എല്ലാവർക്കും ഇത്തരത്തിലുള്ള 4 യാമങ്ങൾ ഉണ്ടെന്ന് നാം ഇന്ന് ഈ രാത്രി മനസ്സിലാക്കണം. ഒന്നാമത്തെ യാമം നാം മനസ്സിലാക്കുന്നത് സന്ധ്യായാമമാണ്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെയുള്ള ഒന്നാമത്തെ യാമത്തെയാണ് സന്ധ്യായാമം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം, ഈ സന്ധ്യായാമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന്റെ അനുഗ്രഹം. 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാണ്. സന്ധ്യായാമത്തിന്റെ പ്രത്യേകത പകലത്തെ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന യാമം. വീട്ടിലൊക്കെ വന്ന് ഒരു കുടിയൊക്കെ കഴിഞ്ഞ് പുരുഷന്മാർ ടൗണിലൊക്കെ പോകുന്ന യാമമാണ് സന്ധ്യായാമം. ചിലര് ചീട്ട് കളിക്കാൻ, കള്ളം കുടിക്കുവാൻ, വീട്ടിലെ അമ്മമാർ സീരിയൽ കാണാൻ, മക്കളാണെങ്കിൽ മൊബൈലിൽ നോക്കുവാൻ പ്രത്യേകമായി വേർതിരിക്കുന്ന ഒരു യാമമാണ് സന്ധ്യായാമം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അനുഗമിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് നാം നോക്കേണ്ടതാണ്. സന്ധ്യായാമത്തിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന കുടുംബമാണെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതായി. നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം? നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ യേശു ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചില വീട്ടിൽ ചെന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യേശു പറഞ്ഞേ ഈ വീടിന്റെ നാഥൻ. അപ്പൊ ഇതാരുടെ വീടാണ്? യേശുവിന്റെ വീട്. യേശു ഈ വീടിന്റെ നാഥൻ എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചാൽ ഇത് യേശുവിന്റെ വീടാണെന്ന് മനസ്സിലാക്കി. കുറച്ചും കൂടി വിശ്വാസം കൂടുന്നവര് ഫോട്ടോ കൊണ്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല. ഫോട്ടോ കൊണ്ട് വെക്കാറ് എന്താണ്? ഹൃദയം വെളിപ്പിറ്റ് ചെയ്ത 2 പേരിൽ ഇങ്ങനെ പിടിച്ച തലയപ്പം ഒരു അല്ലെ ചരിച്ചു പിടിച്ച യേശുവിന്റെ രൂപം, യേശുവിന്റെ എല്ലാ ഡാവിഞ്ചി മൈക്കലഞ്ചലൊക്കെ വരച്ച യേശുവിന്റെ രൂപം. ഈ 2 വിരളെ പിടിച്ചിരിക്കുന്ന 2000 വരുമെന്ന് വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചവർ പോലുമുണ്ട്. 2000 യേശു വരുമെന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചവരുണ്ട്. ഇപ്പൊ 2 അങ്ങനെ. ഇപ്പൊ നമ്മൾ വി വിക്ടറി എന്നൊക്കെ അതിന്റെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താ നമ്മൾ നോക്കാം, അത് യേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ഫോട്ടോ വെക്കുമ്പോൾ നമ്മൾ ഓർത്തത് ഇത് ആരുടെ വീടാണ്? യേശുവിന്റെ വീടാണ്. ഞാൻ സെൻട്രലിലാണ് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്ന സമയത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അവിടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്, അതിന്റെ അടിയിൽ ഒരു ബൾബും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ യേശുവിന്റെ ഫോട്ടോയുടെ അടിയിൽ വെക്കുന്ന. എന്നാ ബൾബാ വെക്കുന്നത്? പറഞ്ഞേ 0 ബൾബാ വെക്കുന്നത് അല്ലെ? ഞാൻ പറഞ്ഞ അങ്കിള് ഏതൊക്കെയാലും ബൾബ് വെച്ചേക്കുക, നല്ലൊരു ബൾബ് വെച്ച് കൊടുക്കുക പറഞ്ഞ. അച്ഛാ അതൊക്കെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ കറണ്ട് ചാർജ് ഒരുപാടാകും. അതുകൊണ്ട് യേശുവിന് എന്ത് ചെയ്തിരിക്കുക? ഒരുമാതിരി അരണ്ട വെളിച്ചം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഓർത്ത് നോക്കണം, കത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ബൾബ് കത്തുന്നുണ്ട്.
ഇല്ലേന്ന് ചോദിച്ചാൽ വാസ്തവത്തിലില്ല. ഓർത്തു നോക്കി, ഉദിച്ചിരുന്ന സൂര്യനേക്കാൾ സുന്ദരനായ അഖിലാണ്ട് ബ്രഹ്മാണ്ഡ കടാഹം സൃഷ്ടിച്ച ആകാശത്തെ കൈകൊണ്ട് വിളിച്ച സപ്തസാഗരങ്ങൾ കീഴിക്കടലുകൾക്ക് പഞ്ചസാര വെള്ളങ്ങൾ അതിൽ നിർമ്മിച്ച് ഇരിക്കുന്ന ഇരുന്ന വരുന്ന വരുമാനിരിക്കുന്ന ആത്മീയ ഒമേഗയും ആദിനും വന്നതിനും നിത്യനിമിത്തം വെച്ച ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന് നീ കൊടുക്കുന്ന അരണ്ട വെളിച്ചത്തിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീട് യേശുവുള്ള വീടാണ്. ചില വീടുകൾ മദ്യഷാപ്പ് എന്ന് അറിയപ്പെടുക. സന്ധ്യയ്ക്ക് നമ്മുടെ വീടുകളിൽ മദ്യം വിളമ്പാറുണ്ടെങ്കിൽ പെരുന്നാളിന് ഒരു പിറന്നാൾ ആഘോഷം വന്നാൽ, കല്യാണം വന്നാൽ, സ്നാനം വന്നാൽ, വിശേഷ ദിവസങ്ങൾ വന്നാൽ, ഒരു മരണം സംഭവിച്ചാൽ ചില വീടുകൾ മദ്യഷാപ്പായി മാറാറുണ്ട്. സന്ധ്യായാമത്തിൽ ഒരുമിച്ച് മക്കളോട് ചേർന്നിരിക്കുവാൻ പറ്റാത്ത പല വീടുകളുണ്ട്. ഒരിക്കലൊരു കുഞ്ഞ് തന്റെ അപ്പനെ കാണാനേ ഇല്ല. വളരെ നേരത്തെ അപ്പൻ ജോലിക്ക് പോകും, വളരെ താമസിച്ച് വീട്ടിൽ വരും. അവനും കാത്തിരുന്നു. വന്നപ്പോൾ വളരെ ലേറ്റായി. മോനിങ്ങനെ അപ്പനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കേ. അപ്പം വന്നു. ജോലിയിലേക്ക് വളരെ ക്ഷീണിച്ചാണ് വന്നത്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് മകൻ അടുത്തിരുന്ന് അപ്പന്റെ അരികിലിരുന്നു. എന്റെ അപ്പൻ 1 മണിക്കൂർ ജോലി ചെയ്ത എത്ര രൂപ കിട്ടും? അപ്പനാണ് ഓഫീസിൽ പോയിട്ട് വളരെ ക്ഷീണിച്ചാവുന്നിരിക്കുന്നത്, വളരെ ദേഷ്യം. നീ എന്തിനാണ് എന്റെ ശമ്പളം അറിയുന്നത്? പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നീ നോക്കാൻ വരണ്ട. മോൻ പറഞ്ഞു, എനിക്കറിയണം എന്റെ അപ്പന് 1 മണിക്കൂർ ജോലി ചെയ്ത എത്ര രൂപ കിട്ടും? മകനെ നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ വളരെ ദേഷ്യത്തിൽ പറഞ്ഞു, എനിക്ക് 500 രൂപ, എന്റെ 1 മണിക്കൂറിന് എനിക്ക് 500 രൂപ കിട്ടും. മകനിങ്ങനെ സങ്കടച്ചോടുകൂടെ തലതാഴ്ത്തിയിരുന്നു. ഉടനെ അവൻ അടുത്ത് ചോദിച്ചു, അപ്പ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 300 രൂപ വായ്പ തരാമോ? ഒരു 300 രൂപ എനിക്ക് തരാമോ അപ്പ? നിന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നീ എങ്ങനെയെങ്കിലും എന്നോട് പൈസ മേടിക്കാൻ വേണ്ടിയാണ് എന്റെ ശമ്പളം എത്രയാണ് ചോദിച്ചത്. അപ്പന്റെ കഷ്ടപ്പാട് അറിയണമല്ല, നീ എന്റെ കഷ്ടപ്പാട് അറിയുന്നില്ലല്ലോ. ഞാൻ രാവിലെ പോകുന്നു, രാത്രി വരുന്നു, നീ ഇതൊന്നും അറിയാതെ എന്നോട് പിന്നീട് 300 രൂപ കൂടെ ചോദിക്കുകയാണോ? അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവനെ വടക്ക് പറഞ്ഞ് മുറിയിൽ നിന്നും ഇറക്കി വിട്ടു. വളരെ വേദനയോടെ കുഞ്ഞ് ആ മുറിയിൽ പോയി ഇങ്ങനെ കരയെ. കുറെ സമയം കഴിഞ്ഞു. അപ്പന്റെ ദേഷ്യമെല്ലാം മാറി. അവിടെ ഇരുന്ന് വിചാരിച്ചു, എന്റെ മോൻ എന്തിനായിരിക്കും എന്നോട് 300 രൂപ ചോദിച്ചത്? അടുത്തിടയ്ക്കുന്നു അവൻ എന്നോട് പണം ചോദിച്ചില്ല. എന്തിനു വേണ്ടിയായിരിക്കും എന്റെ മോൻ എന്നോട് 300 രൂപ ചോദിച്ചത്? മകന്റെ റൂമിലേക്ക് അവൻ ചെന്നു. മോനെ, എന്റെ മോൻ ഉറങ്ങി? ഇല്ലപ്പാ, ഞാൻ ഉറങ്ങിയില്ല. അവന്റെ ആ കട്ടിലിന്റെ അരികിൽ അപ്പനിരുന്നു. എന്റെ മോൻ എന്തിനാണ് 300 രൂപ ചോദിച്ചത്? 300 രൂപ എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു. ചാടി എഴുന്നേറ്റു. താങ്ക്സ് പപ്പ. അവൻ ഒരുപാട് സന്തോഷത്തോടു കൂടെ തന്റെ അപ്പന് നന്ദി പറഞ്ഞു. എന്നിട്ട് തന്റെ തലയുടെ അടിയിൽ കുറച്ച് നോട്ടുകൾ കൂടെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചുരുട്ടി വെച്ചിരിക്കുന്ന നോട്ടുകൾ കൂടി എടുത്തു. അപ്പൻ ഇത് കണ്ടപ്പോൾ സഹിക്കാൻ വേണ്ടി ദേഷ്യം. ആഹാ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നീ എന്നോട് വന്ന് 300 രൂപ കൂടെ മേടിച്ചു, നീ എന്തൊരു മനുഷ്യനാണ്? അപ്പോൾ അമ്മ പറഞ്ഞപ്പ എന്റെ കയ്യിലുള്ള പൈസ തികയത്തില്ല. തന്റെ കയ്യിലുള്ള 200 രൂപ കൂടെ ചേർത്ത് അപ്പം കൊടുത്ത 300 ചേർത്ത് 500 രൂപ തന്റെ അപ്പന്റെ കരച്ചിലേക്ക് വെച്ചിട്ട് പറഞ്ഞപ്പ, എന്റെ കൂടെ 1 മണിക്കൂർ എനിക്ക് വേണ്ടി എന്റെ അപ്പൻ ചെലവഴിക്കുമോ? നാളെ നേരത്തെ എന്റെ അപ്പൻ വരാമോ? എന്റെ കൂടെ ഇരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമോ? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? വളരെ പുരുഷനായ പിതാവ് ഇടനെഞ്ചു വിട്ടുന്ന വേദനയോടെ കരയുമാറ്റേ. ഓർത്തു നോക്കിയ ദൈവമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വരുമ്പോൾ ഓടിച്ചെന്ന് ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ച് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നില്ലേ? ഇന്ന് മൊബൈലിൽ എത്ര നേരം തലോടിയിരിക്കും, എത്രയോ സമയം നമ്മൾ മൊബൈലിലേക്ക്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാനോ സ്നേഹിക്കുവാനോ പറ്റാത്തൊരു കാലഘട്ടം. സന്ധ്യായാമം ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് പ്രധാനമാണെന്ന് ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു നേരിട്ട് ഇടപെട്ടയാമോ സന്ധ്യായാമോ? യേശുവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു നാൾ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, നമുക്കരയ്ക്ക് പോകാം.
യേശു ഒരിക്കലും സന്ധ്യയ്ക്ക് പറയുകയാണ്, നമുക്ക് ഇന്ന് അക്കരയ്ക്ക് പോകാം. യേശു അക്കരയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്താണ് അക്കരയുടെ പ്രത്യേകത, എന്താണ് ഇക്കരയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. മർക്കോസ് സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ചെടുക്കിയിരിക്കുക. വാക്കുകൾക്ക് മണ്ണിൽ കർമ്മലാവണ്യത്തിന്റെ പുണ്യം കുത്തി നിൽക്കുന്ന മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന യേശു പറയുന്ന അക്കരയ്ക്ക് പോകാം. ഒരു സന്ധ്യായാമത്തിൽ യേശു പറയുകയാണ്, അന്ന് പകലാണ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത്. 12 കൊട്ട അപ്പം മിച്ചം വന്ന പകൽ, അന്ന് സന്ധ്യയിലാണ് യേശു അക്കരയ്ക്ക് പോകാൻ. അപ്പോൾ ഇക്കരെ 12 കൊട്ട അപ്പം മിച്ചം വന്ന അത്ഭുതമുണ്ട്, ഇക്കരെ സമൃദ്ധിയുണ്ട്. അന്നാണ് സന്ധ്യായാമത്തിനാണ് യേശുവിന്റെ അരികിൽ ശിഷ്യന്മാരൊക്കെ വരുന്നത്. പകലത്തെ കാര്യത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്ന യാമമാണ് സന്ധ്യായാമം. അപ്പോൾ ഇക്കരെ കൂട്ടായ്മയുണ്ട്. മൂന്നാമത് ഇക്കരയുടെ പ്രത്യേകത, യേശുവിന്റെ അമ്മയപ്പന്മാരും സഹോദരന്മാരും ഒക്കെ സന്ധ്യായാമത്തിനാണ് യേശുവിന്റെ അരികിൽ വരുന്നത്. അപ്പോൾ ഇക്കരെ രക്തബന്ധങ്ങളൊക്കെ ഉണ്ട്. 4 ഇക്കരയുടെ പ്രത്യേകത, നിക്കോദേമസിനെ പോലുള്ള പ്രമാണിമാർ വരുന്നത് ഈ സന്ധ്യക്കാണ്. യേശുവിന്റെ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കാൻ, പഠിക്കുവാൻ വേണ്ടി ഉപദേശങ്ങൾ അറിയുവാൻ വരുന്ന യാമം സന്ധ്യായാമമാണ്. ഇക്കരെ ഉന്നതന്മാരുടെ പിടിപാടൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സമ്പത്തുള്ള, സമൃദ്ധിയുള്ള, അത്ഭുതമുള്ള, ഉന്നതമായ പിടിപാടുള്ള, രക്തബന്ധങ്ങളുള്ള ഇക്കരെ നിന്നും ഒരിക്കലും ഒരു നാൾ യേശു പറയുന്നത് നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്താണ് അക്കരയുടെ പ്രത്യേകത? അക്കരെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ, 12 വർഷമായി ശവക്കൊട്ടികൾ കഴിയുന്ന ലഹ്യോൻ ബാധിച്ച ഒരു മനുഷ്യനെ തേടിയാണ് യേശുവിന്റെ യാത്ര. അക്കരയ്ക്ക് പോകാം. ഇക്കരെ സമൃദ്ധിയുണ്ട്. അക്കരെ പട്ടിണിക്കോലമായ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, ആരുമില്ലാതിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒറ്റപ്പെട്ടു പോയവൻ അക്കരെ നിൽക്കുന്നു. ഇക്കരെ രക്തബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അക്കരെ നിൽക്കുന്ന ലഹ്യോൻ ബാധിച്ച മനുഷ്യന് രക്തബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ 12 വർഷമായി ഒറ്റ മനുഷ്യൻ പോലും തിരഞ്ഞു നോക്കുന്നില്ല. ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. ഇക്കരെ ഉന്നതന്മാരുടെ പിടിപാടൊക്കെ ഉണ്ട്. പക്ഷെ അക്കരെ നിൽക്കുന്ന ഈ മനുഷ്യന് ആരുമില്ല. ശവക്കോട്ടകൾ മാത്രം, ചുറ്റുമിങ്ങനെ അസ്ഥിബന്ധനങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യൻ. അവനെ തേടി യേശു യാത്ര ചെയ്യുകയാണ്. അക്കരയ്ക്ക് പോകാം. സമൃദ്ധി കൊണ്ടുകൊണ്ട്, അത്ഭുതം കണ്ടുകൊണ്ട് നിക്കരെ നിൽക്കുന്ന യേശുവിനെ എല്ലാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ വല്ലാതെ ഭയപ്പെട്ടു പോയപ്പോൾ, ഉറ്റവരും ഉന്നതന്മാരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, നാം ഓർക്കുന്നത് നമ്മുടെ കഴിവോ യോഗ്യതയോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അവസരം കൂടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവസരം നൽകി. യേശു നമ്മോട് പറയുന്നത്, നിന്നെ തേടി വരുന്നൊരു തമ്പുരാനുണ്ട്. ആരുമില്ലെങ്കിലും, ആരും നിന്റെ കൂടെയില്ലെങ്കിലും, ഒറ്റയ്ക്കുണ്ടെങ്കിലും ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ജീവിതത്തെ ഇങ്ങനെ ചലിപ്പിക്കേണ്ടത്. പി കെ ശൗമലദേശിയെ കുറിച്ചൊരു ജീവിതാനുഭവം പറയുന്നുണ്ട്. ദൈവദാസൻ ഒരുപാട് നാളുകൾ ദൈവത്തിന് വേണ്ടി അധ്വാനം ചെയ്ത ശൗമലദേശി ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ വാടകയ്ക്ക് കിടക്കുകയാണ്. വാടക കൊടുക്കാൻ പൈസയൊന്നുമില്ല. കുറെ ദിവസങ്ങളായി വാടകയ്ക്ക് കിടന്നിട്ട് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്കയുടെ അദ്ദേഹം വന്നിട്ട് ഉപദേശിയോട് പറഞ്ഞപ്പോഴാ, ഉപദേശിക്കാണ് ഇഷ്ടപ്പെട്ടു. വാടകയ്ക്ക് തന്നപ്പോഴേ ഞാൻ ഓർത്തതാണ്, ഇതുപോലെ ഞാൻ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഓർക്കണം, ഒത്തിരി നാളുകളായി ദൈവത്തിന് വേണ്ടി പാട്ടുപാടിയ, പ്രസംഗിച്ച ദൈവത്തിന്റെ ദാസൻ ഒരു വലിയ ധനികന്റെ വീട്ടിൽ നിന്നും ഒരു കുടിക്കുഞ്ഞുങ്ങളെ തോളോടിച്ചുകൊണ്ട് ഉപദേശിയും ഭാര്യയും ഇങ്ങനെ നിറപടികളോടുകൂടി ഇറങ്ങിപ്പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഭാര്യ കണ്ണുനീരോടുകൂടി ഉപദേശിച്ച് മുഖത്ത് നോക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, ചില ഭാരങ്ങളൊക്കെ നേരിടുമ്പോൾ ദൈവമേ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്? ഇന്ന് നാം നേരിടുന്നത് ആരാധന അടയ്ക്കപ്പെട്ട സമയത്ത് പ്രാർത്ഥനയോടെ പോയി, ആരാധനയോടെ പോയി, വിശ്വാസം എവിടെ പോയി? നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് കേവലം സോപ്പ് കുമിളിൽ കടികളയാവുന്ന ഈ വൈറസിനെ തണുത്തു പോവുകയല്ല. നമുക്കറിയാം, പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ തമ്പുരാനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ ഹിതമാണെന്നും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നടക്കുമെന്ന് തിരിച്ചറിവോടുകൂടെ നാം മനസ്സിലാക്കണം. ഉപദേശി ഇങ്ങനെ തന്റെ പൊടിക്കുഞ്ഞുങ്ങളെ തോടോടിട്ടുകൊണ്ട്, നല്ല വെയിലുണ്ടെന്ന്, ആ വെയിലത്ത് തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപദേശിയും ഭാര്യയും, ഒരു സെന്റ് ഭൂമി പോലുമില്ല, വടിയിലും കൂടെ നിറവടികളോട് നടന്നു പോവുകയാണ്. നല്ല വെയിലാണ്. കുഞ്ഞുങ്ങളിങ്ങനെ വാടി തളർന്ന് കരയുവാൻ തുടങ്ങി. ആ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് തന്റെ കുഞ്ഞുങ്ങളെ റോഡിന്റെ സൈഡിൽ കിടത്തി.
അവിടെ കിടക്കുന്ന ഒരു തെങ്ങിന്റെ മെടലെടുത്ത് അതിങ്ങനെ മെടയുകയാണ്. ഓല മെടലെടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ മെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. വാടിത്തളർന്നിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾ വെയിലത്ത് ഇങ്ങനെ വാടിത്തളർന്ന് കിടക്കുമ്പോൾ ഓലമെടയുന്ന ഭക്തൻ എന്തുകൊണ്ടെന്ന് ഒരുപക്ഷെ ചോദിക്കാം. പക്ഷേ ആ ജീവിതാനുഭവങ്ങളിൽ ആ വടിവക്കത്ത് തന്റെ കുഞ്ഞുങ്ങൾ വെയിലത്ത് കിടക്കുമ്പോൾ ഓലമെടയുമ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ എഴുതിയ പാട്ടാണ്, ഉലകവിയിൽ കൊണ്ട് ഞാൻ വാടി വീഴാതിരിപ്പാൻ തടലിലേക്ക് തന്നിടുവാൻ വലഭാഗത്ത ഉണ്ടതാ എന്നും നല്ലവൻ എന്റെ യേശു എന്നും നല്ലവൻ. ഒരു ഭക്തന്റെ ഒരു ജീവിതാനുഭവമാണ്. ഓർത്ത് നോക്കിക്കേ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഈ ഉപദേശം പറയുന്നത് എന്നും നല്ലവനാണ് എന്റെ യേശു, ഇന്നലെയും ഇന്നും ഈ വഴിവെച്ചിരിക്കുമ്പോൾ എന്റെ യേശു നല്ലവനെന്ന് പറയുവാൻ കഴിയും. ഏതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, പ്രതിസന്ധികൾ ഭാരങ്ങൾ വരുമ്പോൾ യേശുവിന്റെ വിശ്വാസം തണുത്തു പോകുകയില്ല. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് എന്റെ ഉടയുന്ന മനസ്സിന്റെ തടവുന്ന കടമയുടെ ഇടയിൽ എന്റെ കൂടെയുണ്ടെന്നും എന്റെ വേദന അറിയുന്നവനാണെന്നും എന്റെ വേദനയുടെ താഴ്ന്ന ഇറങ്ങി വരുന്ന തമ്പുരാണെന്ന് തിരിച്ചറിവോടുകൂടെ സന്ധ്യായാമം യേശുവിന്റെ കരത്തിൽ കൊടുക്കാൻ പറ്റുമോ? ചില വീടുകൾ സെമിത്തേരി പോലെയാണ്. ഞാൻ വായിച്ച പുസ്തകത്തിൽ രസകരമായ സംഭവം ഇത്. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ഭാര്യ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയ സമയത്ത് ഭർത്താവിന് വളരെ സങ്കടമായി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് നിർബന്ധിച്ച് ഭാര്യ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞു, ഇടി നീ ഇല്ലാത്ത വീട് സെമിത്തേരി പോലെയാണ്. വാസ്തവത്തിൽ ചില വീടുകൾ സെമിത്തേരിയാണ്. പരസ്പരം മിണ്ടാട്ടമില്ല. വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ചിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടത്തില്ല. വീട്ടിൽ വന്നാൽ സംസാരിക്കാത്ത വീടുകൾ സെമിത്തേരി പോലെയുള്ള വീടുകൾ. ഭാര്യ ഇങ്ങനെ പിടക്കമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ഭർത്താവ് പറയാം, നീ ഇല്ലാത്ത വീട് സെമിത്തേരി പോലെയായി. ഉടനെ ഭാര്യ കുറച്ചും കൂടെ ഗമയായി, അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണം. ഇപ്പൊ മനസ്സിലായല്ലോ, ഞാനില്ലെങ്കിൽ വീട് എങ്ങനെയാണ്? സെമിത്തേരിയാണ്, ശവക്കോട്ടയാണ്. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അവിടെ ഭർത്താവ് പറഞ്ഞു, നീ വന്നപ്പോഴാണ് ശവം കൂടെ വന്നത്, ഇപ്പോഴാണ് അത് പൂർണ്ണമായത്. കുറച്ച് നോക്കി, പരസ്പരം മിണ്ടാത്ത വീടുകൾ. എന്നോടൊരു ആന്റി പറഞ്ഞത്, അച്ഛാ 20 വർഷമായി ഞാനും കൂടെ ജീവിക്കുക, ഒരു ചിരിച്ചു പോലും കാണിക്കുന്നില്ല. എന്നിട്ട് ആന്റി വളരെ സങ്കടത്തോട് പറഞ്ഞത്, വീട്ടിലെ പശുവിന് കാടി കൊടുത്താൽ പശു വരെ എന്നെ ചിരിച്ചു കാണിക്കും, പക്ഷെ ഇത് ഞാൻ എന്നെ ഒന്ന് നോക്കി ചിരിക്കത്തു പോലും. ഓർത്തു നോക്കി, നമ്മുടെ വീടുകൾ സെമിത്തേരി പോലെയാണ്. സന്ധ്യായാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുമിച്ച് നമുക്ക് ഇന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ പറ്റുന്നുണ്ടോ? ദൈവമക്കളെ, ചിലരിൽ നിന്ന് പലരും അവരുടെ ലോകത്താണ്, ഓരോ ദൈവങ്ങളായി മാറിയിരിക്കുക. സന്ധ്യായാമത്തിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അടുത്ത് വരേണ്ട യാമമാണ്. ദൈവത്തോട് ചേർന്നിരിക്കേണ്ട യാമമാണ്. യേശുവിതാ സന്ധ്യായാമത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന കർത്താവ്. അന്ന് വ്യത്യസ്തമായ വേറിട്ടൊരു യാത്ര അക്കരയ്ക്ക് പോകുന്നു. ഒറ്റപ്പെട്ടു പോയവൻ, ആരുമില്ലാത്തവനെ തേടി യേശു പോകുമ്പോൾ, പോകുന്ന വേളയിൽ ആ വലിയ കൊടുക്കാറ്റാടിച്ചു. അമരത്ത് തലയിട വെച്ച് യേശു ഉറങ്ങുകയാണ്. ഇനി ഒരു ചോദ്യമുണ്ട്, യേശു ഉറങ്ങിയതാണ് വള്ളത്തിൽ? യേശുവിനെ ഉറക്കിയതാണ്? യേശു കർത്താവ് ഇങ്ങനെ ഉറങ്ങുന്നതായിട്ട് വേദോസം പഠിപ്പിക്കുന്നു. എന്റെ ചിന്ത ഇപ്രകാരമാണ്, ചിലർക്കൊക്കെ പള്ളിയിൽ വന്നാൽ സ്ഥിരമായിട്ടിരിക്കുന്ന സീറ്റുകളുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലർക്കൊക്കെ പള്ളിയിൽ വരുമ്പോൾ എവിടെ പോയാലും സ്ഥിരമായിട്ടിരിക്കുന്ന സീറ്റുണ്ട്. അവിടെ ആരെങ്കിലും ഇരുന്ന ഒറ്റ നോട്ടം കൊണ്ട് അവരുടെ പരിപാടി തരിക. ഓർത്തു, സ്ഥിരമായിട്ടിരിക്കുന്ന സീറ്റ്. അതുപോലെ തന്നെ ഈ വള്ളത്തിലേക്ക് യേശു അക്കരയ്ക്ക് പോവുകയാണ്. പോകുന്ന വേളയിൽ യേശു കർത്താവിനോട് ആരും മിണ്ടുന്നില്ല. പത്രോസ് യോഹന്നാൻ ഒരുമിച്ചിരുന്ന് ഇടാവെ 5 അപ്പം എടുത്ത് വാഴ്ത്തിയ സമയത്ത് അത്ഭുതം നടന്നില്ലെങ്കിൽ പുരുഷാല് നമ്മുടെ തീർത്ത് കളഞ്ഞു. അവൻ പറയാം, യൂത ഇങ്ങനെ കണക്ക് കൂട്ടിയാണ്. ഈ 12 വട്ടയപ്പം അതെന്തൊക്കെ ചെയ്യും, അവനിങ്ങനെ കണക്ക് കൂട്ടി. അപ്പോൾ എന്റെ ചിന്തയാണ്, ആ വള്ളത്തിനകത്ത് യേശുവിനോട് ആരും മിണ്ടുന്നില്ല. യേശുവിനോട് ആരെങ്കിലും മിണ്ടുകയായിരുന്നെങ്കിൽ യേശു ഉറങ്ങത്തില്ലായിരുന്നു. യേശുവിനോട് ആരും വർത്താനം പറയുന്നത്, അവരുടെ ലോകത്താണ്. പക്ഷെങ്കിൽ യേശുവിനെ പിന്നെ എപ്പോഴാണ് അവർ വിളിച്ചത്? വള്ളം പോകാൻ വെള്ളം വേണം, വെള്ളം വള്ളത്തിൽ കയറിയ വെള്ളം വെള്ളത്തിലാവുന്ന പറയുന്ന പോലെ കാറ്റടിച്ച് വള്ളം എങ്ങനെ ആടിയിടങ്ങാൻ തുടങ്ങി. ആ സമയത്താണ് യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിനൊക്കെ ഭാരമല്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ നിലവിളിക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭീമഗർജീയമായിട്ട് യേശുവിന്റെ അരികെ വരിക. പ്രശ്നം വന്നു, എല്ലാ വാതിലുകളും നോക്കി, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഓടി യേശുവിന്റെ അരികിലേക്ക് വന്ന് പ്രാർത്ഥനയായി, ആരാധനയായി അച്ഛന്മാരെ ഉപദേശിയെല്ലാം വിളിച്ചു പോലെ പ്രാർത്ഥിക്കണം വെച്ചാ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിനെ ഇങ്ങനെ ഉണർത്തുകയാണ്. വേദനയുടെ താഴ്വരയിൽ വള്ളം മുങ്ങാൻ പോകുമ്പോൾ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവര് ശിഷ്യന്മാരെ നിലവിളിച്ച്, യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുക, എന്റെ ചിന്തപ്രകാരമാണ്,
യേശു കർത്താവ് അക്കരയ്ക്ക് പുറപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അക്കരെ നിൽക്കുന്ന 6000 ഭൂതങ്ങൾക്ക് മനസ്സിലായി യേശുവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നത് പകർന്ന ധൈര്യം പോലുള്ള നാമം. ലഗിയോ അന്ധകാര ശക്തികൾക്ക് മനസ്സിലായി, ഇതാ ഒരുത്തൻ അക്കരയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട്, അവന്റെ പാദം അക്കരെ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് യേശുവിന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് 6000 ഭൂതങ്ങൾ ഒരുമിച്ച് യേശുവിനെ അവിടെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഇരുട്ടിന്റെ കോട്ടകൾ എത്ര പ്രബലമാണെങ്കിലും ആരൊക്കെ നാം തകരുമെന്ന് പറയുന്നെങ്കിലും പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അനുഗമിക്കുന്ന, തമ്മിലാണ് ചേർന്ന് നടക്കുന്ന വിശുദ്ധനാണെങ്കിൽ ഓർക്കണം, ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. യേശു കർത്താവ് 6000 ഭൂതങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ശാസിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ സന്ധ്യായാമം എന്ന് പറഞ്ഞ ദൈവത്തോട് അടുത്തിരിക്കേണ്ട യാമമാണ്, പ്രാർത്ഥിക്കേണ്ട യാമമാണ്, ആരാധിക്കേണ്ട യാമമാണ്, ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ട യാമമാണ്. വേദനയുടെ താഴ്വരകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് സന്ധ്യായാമത്തിൽ ദൈവത്തെ നിലവിളിച്ചില്ലെങ്കിൽ നിനക്ക് അർദ്ധരാത്രിയുടെ യാമമുണ്ട്, എല്ലാവരും എതിരാകുന്ന യാമമുണ്ട്. ഈ സന്ധ്യായാമത്തിൽ ചെയ്യുന്നത് ലഘുവിൽ ബാധിച്ച മനുഷ്യന്റെ ഒന്ന് ഒരു നിലവിളി മാറ്റി എന്നുള്ളതാണ്. ഈ വലിയ ആർത്തിരമെന്ന കടലിന്റെ മുകളിൽ 12 വർഷം നിലവിളിക്കുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ വേദനകൾ കണ്ടുകൊണ്ട്, അവന് നൊമ്പരങ്ങൾ അറിഞ്ഞുകൊണ്ട് 12 വർഷം കഠിനമായ വേദനയുടെ താഴ്വരകളിൽ അവൻ നിലവിളിക്കുന്നത് യേശു കേട്ടുകൊണ്ട് അക്കരയ്ക്ക് വരികയാണ്. ലഘുവിൽ ബാധിച്ച മനുഷ്യന് നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, അതെ, കഷ്ടത കാണുന്നവൻ, നിലവിളി കേൾക്കുന്നവൻ, സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം, ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവല്ലേ നമ്മുടെ വിശ്വാസം ജ്വലിപ്പിക്കേണ്ടത്. ലഘുവിൽ ബാധിച്ച മനുഷ്യൻ നിലവിളി മാറ്റുവാൻ വേണ്ടി യേശു അക്കരയ്ക്ക് പോവുകയാണ്. യേശുവിനെ നിലവിളി കേൾക്കുന്നതാണ്. നമ്മുടെ നിലവിളികൾ കേൾക്കുന്ന ഒരു നാഥനുണ്ട്. മറ്റാരെക്കാളും നമ്മുടെ വേദനയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരിക, മറ്റാരെക്കാളും നമ്മെ അറിയുന്ന ഒരു നാഥനുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ കാലഘട്ടം എന്ന് പറയുന്ന അന്ത്യകാലമാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളത്തെ യാത്രയിൽ ഒരുപക്ഷേ യേശുപരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഈ സംഭവങ്ങളെ കുറിച്ച് പറയാം. ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശുവിന്റെ വരവാണ്. അതിനുവേണ്ടി ഇങ്ങനെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. നിർമ്മിത ബുദ്ധി, മനുഷ്യൻ ആർട്ടിഫിഷ്യലായി ഇന്ന് പലവിധമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞ സംഭവങ്ങളൊക്കെ വളരെ അക്കമിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. നമുക്കറിയാമല്ലോ, ചൈനയിലെ ഹാർവി യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച മനുഷ്യന്റെ തല മാറ്റി വെക്കാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്റെ തലവേണയെ വെട്ടിയെടുത്ത് ലോയിസച്ചിന് വെക്കാം, അച്ഛന്റെ തലവേണയെ എനിക്ക് വെക്കാം, ആരുടെ സ്വഭാവം കിട്ടുമെന്ന് മാത്രം അറിയത്തില്ല, തല വെട്ടി വെക്കാന്നുള്ള നിങ്ങൾ നെറ്റിൽ നോക്കണം അല്ലെ. മനുഷ്യന്റെ തല മാറ്റി വെക്കാം, ആരുടെ സ്വഭാവം എന്നൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുക. ഇസ്രായേലിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ഇനി ഏറ്റവും വലുത് റഷ്യൻ പ്രസിഡന്റ് അല്ലെ, അവിടെയുള്ള പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ 3ാം ലോക മഹായുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കണം. അപ്പൊ പല രാജ്യങ്ങളെ ചെതിരിക്കിടക്കുന്ന പട്ടാളക്കാരനെ മടക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നാം ഓർക്കുന്ന ഒരു കാര്യം, യേശുവിന് വരെ ആഗതമായിരിക്കുന്നു. സന്ധ്യായാമത്തിൽ വളരെ പെട്ടെന്ന് പറയട്ടെ, യേശു നേരിട്ടിടപെട്ടു. അവന്റെ നിലവിളി മാറ്റി, അവന്റെ നാമസ്ഥാനം മാറ്റി, അവന്റെ വസ്ത്രങ്ങളെ മാറ്റി, അവന്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകി അവനെ വീട്ടിലേക്ക് ആനയിക്കുന്ന സന്ധ്യായാമം യേശു നേരിട്ടിടപെട്ട യാമമാണ്. ഒരു യാമം കൂടെ പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ യാമം അർദ്ധരാത്രിയുടെ യാമമാണ്. എല്ലാവരും എതിരാകുന്ന ഒരു യാമം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന യാമം, ആരുമില്ലാതിരിക്കുന്ന യാമം. സഭയ്ക്കൊരു അർദ്ധരാത്രി ഉണ്ടായിരുന്നു. സഭയ്ക്ക് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ നിരവധി ദൈവദാസന്മാരെ പലവിധത്തിലെ കഷ്ടതയിലൂടെ കടത്തിവിട്ടു. ഏറ്റവും ചരിത്ര പ്രസിദ്ധമാണ് റോമൻ കൊളോസിയം. റോമൻ കൊളോസിയത്തിന്റെ പ്രത്യേകതകൾ നാം പഠിക്കുന്നത് ഡൊമീഷ്യന്റെ, ഡയോക്ലിറ്റസിന്റെ, നീറോണിയൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ റോമിൽ ഒരു റോമൻ കൊളോസിയം വേർതിരിക്കപ്പെട്ടു. വന്യമൃഗങ്ങളെ പിടിച്ചിട്ടിരിക്കുന്ന കൊളോസിയത്തിനകത്തേക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവമക്കളെ കിട്ടിയ അവരെ കയ്യും കാലും കെട്ടി ആ മൃഗത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുത്തു. മൃഗങ്ങളെ കടിച്ചു കീറുമ്പോൾ വലിയ ഗാലറികളുണ്ട്. ചുറ്റുപാട് ജനങ്ങളെല്ലാം ചേർന്ന് വന്ന് നിൽക്കും. ഒരു മൈതാനം പോലെയുള്ള സ്ഥലത്ത് ഗാലറി ജനങ്ങളിങ്ങനെ വളരെ ആരവത്തോടെ നിൽക്കുമ്പോൾ ദൈവദാസന്മാർ പൂർവ്വങ്ങളുമായി മൽപ്പിടുത്തം നടത്തി അവരെങ്ങനെ കടിച്ചു കീറുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വലിയ അർദ്ധരാത്രിയുടെ യാമം സഭയ്ക്കുണ്ടായിരുന്നു. അതാ പറയുന്നത്, ദൈവദാസന്മാരെ കയ്യിൽ കിട്ടിയാൽ അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് ദൈവദാസന്റെ തല കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. വടവൃക്ഷങ്ങളും കൊമ്പുകളിൽ ചെറുപ്പ് ചങ്ങലയിട്ട് 2 കാലിലും കയ്യിലുമായി 2 വശങ്ങളും ആ ദൈവദാസന്റെ ശരീരം ഇങ്ങനെ വലിച്ചു കെട്ടു. അതിനുശേഷം ഈ വൃക്ഷത്തിന്റെ കുരുക്കൊന്ന് അടിച്ചു വിടുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരുടെ ശരീരം നടുവേ പിളർന്ന് 2 സൈന്യമാർ ചുക്കപ്പെട്ടിരുന്ന ഒരു അർദ്ധരാത്രി യാമം ഉണ്ടായിരുന്നു.
ദൈവദാസിമാരെ കയ്യിൽ കിട്ടിയ ഗർഭിണികളാണെങ്കിൽ അവരെ തൂണിലേക്ക് കെട്ടിയിടും. അതിനുശേഷം കാളക്കുറ്റമാർ അടിച്ചുവിട്ട് കുത്തി കൊലപ്പെട്ടിരുന്ന ഒരു അർദ്ധരാത്രിയുടെ യാമം സഭയ്ക്കുണ്ടായിരുന്നു. ദൈവദാസന്മാരെ പ്രത്യേകിച്ചും തോണിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വെയിലത്തേക്ക് ഇട്ടുകൊടുക്കും. അവിടെ ദിവസങ്ങളോളം കിടന്ന് അവരെ എല്ലുകൾ പൊടിഞ്ഞ് അതിന്റെ അകത്ത് കിടന്ന് മരിച്ചിരുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന്റെ ദാസന്മാരെ ടാറിലേക്ക് അവരെ ഇട്ട് ആ തിളച്ചു മറിയുന്ന ടാറിലേക്ക് ഇട്ട് കൊലപ്പെടുത്തിയ കാലഘട്ടം തീർന്നില്ല. ദൈവത്തിന്റെ ദാസന്മാർ സുവിശേഷം പ്രസംഗിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ കുതിരയുടെ കാലിൽ കെട്ടി പാറക്കെട്ടുകൾക്കിടയിലൂടെ വലിയ മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ ഓടിച്ച് തലയടിച്ച് ചിഹ്നിച്ചതറിപ്പോയിരുന്ന ഒരു കാലഘട്ടം. അവിടെയൊന്നും സുവിശേഷം നിന്ന് പോയില്ല, ആരാധന നിന്ന് പോയില്ല. ആരാധന തുറക്കപ്പെട്ട നിരവധി ദിവസം അവരെ കൊലപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് ആരാധിച്ചു, ഒളിച്ചിരുന്ന് ആരാധിച്ചു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി വന്നാലോ, മരുഭൂമിയേറട്ടെ, വാതിലടയട്ടെ, പ്രതിസന്ധി വന്നാലോ, COVID-19 വന്നാലോ, ആരാധന അടയ്ക്കപ്പെട്ടാലോ, ദൈവത്തിന് വചനം പറയുന്നത് സിംഹത്തിന് മേൽ വടരുമേൽ രക്ഷപ്പെട്ടും മാനസിന്റെ പെരുമാറും വിധിച്ചു കളഞ്ഞ് മുന്നേറുന്ന മാർഗമുണ്ടെങ്കിൽ യേശു രക്ഷിത വീണ്ടെടുക്കപ്പെട്ട പോരാ നസ്രയത്തിന്റെ തച്ചന്റെ ചങ്കിലെ ചോര കൊണ്ട് വെടുത്തിയെത്തിയ സ്നേഹത്തിന്റെ സാമ്രാജ്യമായ സഭയല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കും ദൈവമേ, എന്റെ വിശ്വാസം ഒന്ന് ജ്വലിക്കട്ടെ. ഒടുതട്ടി തുരുവി തേച്ച് മുറിച്ചുകൊണ്ട് ദൈവമേ, ദൈവത്തെ ആരാധിപ്പാം, ജീവനോട് ദൈവത്തെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുവാൻ കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്കറിയാമല്ലോ, I have decided to follow Jesus എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ കാലം. ആ പ്രത്യേകമായ പാട്ട് എഴുതിയതിന്റെ പശ്ചാത്തലം നമ്മൾ നെറ്റിൽ നോക്കിയാൽ ഗൂഗിളിൽ കിടപ്പുണ്ട്. അതിൽ പറയുന്ന ഒരു സംഭവം ഇതാണ്. ഒറീസയിൽ ഒരു ആസാമി മിഷണറി പോയി സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. മിഷണറി പോയി സുവിശേഷ വേല പറഞ്ഞു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പ്രസംഗിച്ചു തുടങ്ങി. ആ സമയത്ത് അവിടെയുള്ള ഗ്രാമത്തലവന്മാർ വന്ന് ഈ മിഷണറിയെ തന്റെ ഭാര്യയെ 2 കുഞ്ഞുങ്ങളെ കൂടെ പിടിച്ച് കെട്ടിക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഒരു സ്റ്റേജ് പോലെ സ്ഥലത്ത് ആ കുഞ്ഞിനെ ഉയർത്തി നിർത്തി. അതിലൊരു പടൻ ഒരു വലിയ അമ്പുമായി വന്ന് കുഞ്ഞിന്റെ നേരെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. അമ്പിങ്ങനെ ഉന്നമിച്ച് തന്റെ കുഞ്ഞിന്റെ നേരെ നിൽക്കുന്ന സമയത്ത് ഗ്രാമത്തലവന്മാർ ചോദിച്ചു, ഉപദേശി പറ, ഒന്നെങ്കിൽ യേശുവിനെ വേണമെന്ന് പറ, യേശുവിനെ മതി, യേശുവിനെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത അമ്പിന് നിങ്ങളുടെ കുഞ്ഞിനെ കുന്നുകളയും. ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശുവിനോട് ജീവിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? ഓർത്ത് നോക്കണം, പെറ്റ കുഞ്ഞ് അമ്പിന്റെ മുനയിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ എന്ത് തീരുമാനമെടുക്കും? അവന്റെ ജീവിതാനുഭവത്തിൽ എന്താ പറയുവാനായിട്ട് പറ്റൂ? ആ സമയത്ത് ഉപദേശി പറഞ്ഞു, I have decided to follow Jesus. യേശുവിന്റെ പിന്നാലെ പോകുവാൻ ഞാൻ ഉറച്ചു. അടുത്ത അമ്പിന് ആ കുഞ്ഞ് നിലമ്പത്തി. രണ്ടാമത്തെ കുഞ്ഞിനെ അതേ സ്ഥലത്ത് നിർത്തി. ഒരു കുഞ്ഞിങ്ങനെ രക്തത്തിൽ കുളിച്ച് പിടഞ്ഞു മരിക്കുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് നേരെ അമ്പ് ഉന്നം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉപദേശിയോട് ചോദിക്കുന്നു, പറ മിഷണറി പറ, ഈ സമയത്ത് പറ, ഈ ദൈവത്തെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ യേശുവിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇപ്പോൾ നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോകാമെന്ന് പറയുവാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യേശുവിന്റെ പിന്നാലെ ഞാൻ പോകാൻ ഉറച്ചു, ഇനി പിന്മാറത്തില്ല. അടുത്ത അമ്പിന് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അടുത്തത് തന്നെ ഭാര്യയാണ്. ആ സമയത്ത് ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ഉപദേശി പറഞ്ഞു, ക്രൂസിന്റെ മുമ്പിൽ ഞാൻ ഉറക്കുകയാണ്, യേശുവിന്റെ പിന്നാലെ പോകാൻ ഉറക്കുകയാണ്. തന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞ ഏറ്റവും അവസാനമായി ആ മിഷണറിയെ കൊന്നുകളഞ്ഞ. എന്നിട്ടും സുവിശേഷം തകർന്നു പോയില്ല. ഈ രാത്രി മക്കളാ, നാം ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ പ്രതിസന്ധി ഏറട്ടെ, മരുഭൂമിയിൽ വെടികളടയട്ടെ, അർദ്ധരാത്രിയുടെ യാമത്തിൽ ഒറ്റപ്പെട്ടു പോകും. ആരും നിന്റെ കൂടെ കണ്ടെന്ന് വരത്തില്ല. എല്ലാവരും എതിരാച്ചിരുന്ന യാമം. അതാ പറയുന്നത്, വേദപുസ്തകം പറയുന്നത് സംഹാരം കയറി വരുന്ന ഒരു യാമത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ലേ? ആദിജാതന്മാരൊക്കെ കൊല്ലപ്പെട്ട അർദ്ധരാത്രി യാമം. പൗലോസിനോട് ചോദിച്ചാൽ പറയും, അർദ്ധരാത്രി യാമത്തിലിട്ട് കൈയും കാലം പൊട്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ അവിടെ ദൈവത്തെ ആരാധിച്ചു. ഞങ്ങളെ പൊട്ടിയ കാരാഗ്രഹ അടിസ്ഥാനം കുലുങ്ങിയ ബന്ധിതന്മാർ മോചിതരാക്കപ്പെട്ട അർദ്ധരാത്രി യാമത്തെ കുറിച്ച് പൗലോസിന് പറയുവാനായിട്ട് കഴിയും. ദൈവമക്കൾ, അർദ്ധരാത്രി സഭയ്ക്ക് അർദ്ധരാത്രി ഉണ്ട്. അത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പീലാത്തോസിന്റെ ഹൃദയത്തിന്റെ കച്ചടത്തിൽ 39 അടികൾ ഏൽക്കുവാൻ വേണ്ടി ഒരു രാത്രിയിൽ യേശു നിന്ന് കൊടുക്കുകയാണ്. വലിയ പടിക്കെട്ടിൽ ഇറങ്ങി വന്ന പീലാത്തോസിന്റെ ഹൃദയത്തിന്റെ കച്ചടത്തിൽ യേശു കർത്താവ് നിന്ന് 39 അടികൾ. ചരിത്രം പഠിപ്പിക്കുന്നത് പീലാത്തോസിന്റെ കച്ചടം അരമനയൊക്കെ ചരിത്ര പ്രസിദ്ധമാണ്. പീലാത്തോസിന്റെ കച്ചടത്തിലേക്ക് യേശുവിനെ അവിടെ അടിക്കുവാൻ വേണ്ടി ഇറക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ ഏതൊക്കെ മതിൽ ചാടി ഓടിയെന്ന് അവർക്ക് പോലും അറിയത്തില്ല. യേശുവിനെ അരമന മറ്റൊന്ന് വിസ്തരിക്കപ്പെടുന്ന പത്രോസ് പോയി തീ കായാൻ വേണ്ടി ഇരിക്കുകയാണ്. തീർന്നില്ല. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറയുന്ന
ഏഴായി പിന്നിയുണ്ടാക്കിയ ചാട്ടവാറിന്റെ തീയക്കെട്ടകൾ ചൂണ്ടപുന സമയങ്ങൾ വെച്ച് ഉറപ്പാക്കിയിരിക്കുമ്പോൾ ആ ചാട്ടയടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് യേശുവിന്റെ ശരീരം ഉടമ്പുചാല് പോലെയായെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. വാഴയിലെ കാറ്റടിച്ച് കീറുന്ന പോലെ യേശുവിന്റെ ശരീരം കീറിക്കുടിക്കപ്പെടുകയാണ്. എങ്കിലും യേശു കർത്താവ് 39 അടികൾ ഏറ്റുകൊണ്ട് അവിടെ തകർന്നു കിടക്കുന്നില്ല. പീലാത്തോസ് പറയുന്നു, ആ മനുഷ്യനില്ല. യോഹന്നാന്റെ സുവിശേഷം 19-5 വാക്യത്തിൽ ഈ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ നല്ല മനുഷ്യനാണ്? യേശു കർത്താവ് രാത്രിയിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടു. പീലാത്തോസിന് വന്ന ആ രാത്രിയിൽ വിസ്തരിക്കപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട 2 പിഴകളിൽ ഒന്ന് മർക്കോസ് 15:15 പറയുന്നു, പുരുഷാരം തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ വിട്ടുകൊടുത്തു. നമ്മൾ ഭൂരിപക്ഷത്തിന് കൂടെ നിൽക്കുന്നവരുണ്ട്. യേശുവിനെ വിട്ടുകളഞ്ഞിട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നു, അതനുസരിച്ച് നിൽക്കുന്നു. 2, പീലാത്തോസ് കൈസരുടെ സ്നേഹിതനാകാൻ വേണ്ടി ആഗ്രഹിച്ചു. യോഹന്നാൻ 19:12 പ്രിയമുള്ളവരെ, ഒറ്റ കാര്യമേ ഉള്ളൂ. പീലാത്തോസേ, കയ്യകലത്തിൽ കയ്യെത്തും ദൂരത്ത് വെളിപ്പാടകലെ നിന്റെ അരമനക്കകത്ത് നിന്റെ പ്രതിക്കൂട്ടിൽ യേശു നിന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്കുവാൻ നിനക്ക് പറ്റിയില്ലല്ലോ. അർദ്ധരാത്രിയാമോ എല്ലാവരും എതിരാത്തിയാമോ? ഒരു ദൈവദാസന്റെ ജീവിതാനുഭവം പറയാം. ഞാൻ ഡിവൈൻ മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ജീവിത സാക്ഷ്യമാണ്. യേശുവിന് വേണ്ടി അധ്വാനം ചെയ്ത ദൈവത്തിന്റെ ദാസൻ, നിരവധി ഇടങ്ങളിൽ യേശുവിനെ ഉയർച്ച ദൈവദാസനാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണുള്ളത്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുവാനായിട്ടുള്ള സമയമാണ്. ഉപദേശിയുടെ കയ്യിലാണെങ്കിൽ പണമൊന്നുമില്ല. ഉപദേശ നാളുകളായി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ റിട്ടയർഡ് ആയപ്പോൾ ആകെപ്പാടെയുള്ളത് കുറച്ച് കടങ്ങൾ മാത്രമാണ്. കിടക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഇങ്ങനെ ഈ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധനികനായ ഒരു മനുഷ്യൻ വന്ന് ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസ, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു വിടാനായിട്ടുള്ള പണം ഞാൻ തരാം. കല്യാണത്തിന് വേണ്ടിയുള്ള ക്രമീകരണമെല്ലാം ചെയ്തു. ഉപദേശം സന്തോഷമായി. കാരണം തന്റെ കയ്യിലാണെങ്കിൽ വേറെ പൈസയൊന്നുമില്ല. ഇനി എന്തിനാണെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഒരു ധനികനായ ഒരു മനുഷ്യൻ ഉപദേശിയോട് വന്ന് പറഞ്ഞത്, ഒരു പെൺകുട്ടിയെ എന്റെ മുഴുവൻ ചെലവ് അടിച്ചുകൊണ്ട് ഞാൻ കല്യാണത്തിനോട് ചെലവെല്ലാം വഹിച്ചുകൊള്ളാം, ക്രമീകരണം ചെയ്തു കൊടുക്കാം. ഈ മനുഷ്യന്റെ വാക്ക് വിശ്വസിച്ച് ഉപദേശി കല്യാണത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഞാൻ പറയുന്നത് നടന്ന ഒരു സംഭവമാണ്. കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി വിവാഹ തീയതിയിൽ അന്ന് നിശ്ചയിച്ചു. കല്യാണ ദിവസം ഇങ്ങനെ അടുത്ത് വന്നു. അപ്പോഴാണ് കല്യാണ ചെലവ് ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉപദേശി എന്നോട് ക്ഷമിക്കണം, എന്റെ ബിസിനസ് വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം എനിക്ക് തരുവാനായിട്ട് പറ്റത്തില്ല. മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കാം. ആ സമയത്ത് ഉപദേശി ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. ഉപദേശിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറയും, നമ്മൾ എന്ത് ചെയ്യും? ഉപദേശി പ്രാർത്ഥിച്ചിട്ട് തന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരന്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. വരന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ചെന്ന് ആ വരന്റെ വീട്ടുകാരോട് പറഞ്ഞു, എന്നെ സഹായിക്കാതെ പറഞ്ഞ വ്യക്തിക്ക് പണമുണ്ടാകുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു അവധി കൂടെ തരാമോ? എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് ആ പറഞ്ഞ തീയതിക്ക് എനിക്ക് പൈസ തരുവാനായിട്ട് ഞാൻ പലരോടും ചോദിച്ചു, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല, ഒരു അവധി കൂടെ എനിക്ക് തരാമോ? വരന്റെ വീട്ടുകാർ പറഞ്ഞു, ഉപദേശിയുടെ വീട്ടിൽ നിന്നാണ് ആലോചന എന്ന് പറഞ്ഞപ്പോഴേ ഓർത്തു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കാര്യമൊക്കെ ശരിയാണ്, ഉപദേശിയൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ മകൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ വിവാഹത്തിന്റെ അന്ന് നേരത്തെ ഞങ്ങൾ വരും, മുഴുവൻ പണം തന്നെങ്കിലേ കല്യാണം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും. ചങ്ക് തകരുന്ന വേദനയോട് ഉപദേശി ആ വരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്ന് മുതൽ ദൈവദാസന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉപദേശി രാവിലെ പ്രാർത്ഥിച്ച് ഓരോ വീടുകൾ കയറി ഇറങ്ങി തന്റെ കുഞ്ഞിന് വേണ്ടി കൈനീട്ടി നിൽക്കാൻ തുടങ്ങി. നമുക്കറിയാം, ദൈവം ഈ കാലഘട്ടത്തിലും സ്ത്രീധന വർണ്ണങ്ങൾ നടക്കുകയില്ലേ. എത്ര പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഓരോ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ അവർക്കറിയാൻ ഒരു വേദന. ഉപദേശി ഓരോ വീടുകൾ കയറി ഇറങ്ങി താൻ പ്രാർത്ഥിച്ച വീടുകൾ, ശുശ്രൂഷിക സഭകൾ, പ്രിയപ്പെട്ടവർ അവരോടെല്ലാം പോയി കൈനീട്ടി നിൽക്കുക തന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് വേണ്ടി. ഉപദേശിക്ക് നേരത്തെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തികം വളരെ പ്രയാസമാണ്. ഒരു സെന്റ് ഭൂമി പോലുമില്ല, തിരിച്ചു കിട്ടത്തിൽ ഉറപ്പാണ്.
ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. കല്യാണത്തിനുള്ള പണം റെഡിയായിട്ടില്ലെന്ന് തന്റെ കുഞ്ഞിന്, തന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. കല്യാണത്തിന് അതേ ദിവസമായി വീട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നു തുടങ്ങി. സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ വന്നു. നാളെ കല്യാണമാണ്. പന്തലിന്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയാകുമ്പോൾ ഉപദേശിയുടെ മനസ്സിൽ ഇടനെഞ്ചുകൊട്ട് വേദനയോടെ, ചങ്കുതകരുടെ ഉള്ളിൽ തീയോടുകൂടെ ഭക്തൻ ഓർക്കുന്നു. നാളെ ഉയർന്നു നിൽക്കുന്ന പന്തലിൽ തന്റെ കുഞ്ഞിന്റെ കണ്ണുനീർ വീഴുമെന്ന് ഓർത്ത് തകർക്കപ്പെടുകയാണ്. അന്നും വിവാഹത്തിന്റെ തലേന്ന് രാവിലെ പ്രാർത്ഥിച്ച് ഉപദേശി ഇങ്ങോട്ടൊന്നില്ലാതെ ഒരു വീടുകളിൽ കയറി ഇറങ്ങുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് സ്വന്തക്കാരും ബന്ധക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉപദേശിയുടെ മനസ്സിൽ ഒരു സഹായം കിട്ടാത്തത് കൊണ്ട് സങ്കടത്തോടുകൂടെ, നിറയുന്ന വിഴികളോടുകൂടെ, ഇടതുന്ന പദങ്ങളോടുകൂടെ പാവപ്പെട്ട മനുഷ്യൻ ദൈവദാസൻ ആ കല്യാണ പന്തലിലേക്ക് അടുത്തു വരികയാണ്. സന്ധ്യയായി ഒരുപാട് ആളുകൾ കല്യാണത്തിലേക്ക്, കുഞ്ഞുങ്ങളൊക്കെ സന്തോഷത്തില. തന്റെ ഭാര്യ വാതിൽക്കൽ ചെന്ന് നിൽപ്പുണ്ട്. ഉപദേശിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒന്നും കിട്ടിയിട്ടില്ല. ഉപദേശിയുടെ ഭാര്യ ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയോ? ഉപദേശി പറഞ്ഞില്ല, ആരും നമ്മളെ സഹായിച്ചില്ല. ഉപദേശി തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചങ്ക് തകരുന്ന വേദനയിൽ കല്യാണത്തിന്റെ തലേ ദിവസം പന്തലിന്റെ പടിക്കൽ വന്ന് നിൽക്കുന്നു. ഉപദേശിയുടെ കരത്തിൽ പിടിച്ച ദൈവദാസ പറഞ്ഞു, ഉപദേശിയുടെ ഭാര്യ പറഞ്ഞു, കരയണ്ട, വിഷമിക്കേണ്ട. ഞാൻ ഒരുത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് തരാമെന്ന് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. കരയണ്ട, ഞാൻ ഒരുത്തിനോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തരാമെന്ന് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉപദേശിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായി. ഉപദേശി കൈ പിടിച്ചുകൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു പായെടുത്ത് നിലത്ത് വിരിച്ചു. ഉപദേശിയോട് പറഞ്ഞു, മുട്ടുമേ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാകുന്നത് മറ്റാരോടുമല്ല പറഞ്ഞത്, ഞാൻ ഒരുത്തിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവത്തോട് തന്റെ ഭാര്യ നിലവിളിച്ച് ബലത്തിൽ പറയുന്നത്, ഞാൻ ഒരുത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് തരാമെന്ന് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദൈവദാസൻ നിറമണികളോട് പറയുന്നു. ദൈവദാസങ്ങളുടെ പായിലിന്റെ മുട്ടുമേ നിന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് കരയുവാൻ തുടങ്ങി. മുട്ടുമേ നിൽക്കുന്ന കണ്ണുനീർ തുള്ളികൾ നനഞ്ഞു തുടങ്ങി. ദൈവമക്കളെ, മറ്റാരോടും പറഞ്ഞില്ല, സ്വന്തക്കാരുടെ പ്രിയപ്പെട്ടവരോട് ആരോടും പറയാതെ ആ ദിവസം സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ പാദമെടുത്തെങ്കിൽ ആരും അറിയാതെ ദൈവദാസൻ അർദ്ധരാത്രി യാമത്തിൽ കരങ്ങൾ കോർത്തുപിടി ദൈവത്തോട് നിലവിളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു യുവസ്നേഹിതൻ വീട്ടിലേക്ക് കയറി വരികയാണ്. ഉപദേശി എന്ന് വിളി കേട്ടു. ഉപദേശി നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഉപദേശിയോട് ചോദിച്ചു, എന്നെ മനസ്സിലായ? ഉപദേശി, ഇല്ല മോനെ, ആരാ? ഉപദേശിയാണ് എന്നെ പ്രാർത്ഥിച്ച് ഗൾഫിലേക്ക് വിട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരിക്കുന്നു. ദൈവാത്മാവിനെ ബോധിപ്പിച്ച് ഉപദേശിയുടെ സമ്മാന പൊതിയുമാണ് ഞാൻ വന്നിരിക്കുകയാണ്. സ്തോത്രം. ഈ രാത്രി ഓർക്കുക, ആ ദൈവദാസ നൃത്തത്തോടെ നിറയുന്ന വെടികളോടെ പറയുന്നത്, മറ്റാരോടും ചോദിച്ചില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നല്ല വാക്ക് പറയാതിരിക്കുമ്പോൾ, സഹായിക്കാതിരിക്കുമ്പോൾ, നിനക്കൊരു സഹായകനെന്ന നിറവോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആരാധിച്ചു തുടങ്ങുമ്പോൾ, അർദ്ധരാത്രിയുടെ യാമത്തിൽ കുടുംബത്തിന്റെ അകത്ത് ഒന്നിനു പിറകെ ഒന്നാ പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെട്ടു പോകണ്ട, ഭാരത്തോടെ നിൽക്കേണ്ട. ജീവിതത്തിന്റെ വേദനയുടെ താഴ്വരകളിൽ നമ്മെ അറിയുന്ന ഒരു ദൈവം ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ ദൈവമേ, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ചിലപ്പോൾ ചില ഇടങ്ങളിൽ മറ്റാരും നമ്മുടെ കൂടെ കാണത്തില്ല. സാരമില്ലെന്ന് പറയുവാൻ ആരും കാണത്തില്ല. സാരമില്ലാത്ത പല കാര്യങ്ങൾ സാരമുണ്ടെന്ന് പറയുവാൻ ഒത്തിരി ആളുകൾ കാണും. പക്ഷേ വേദപുസ്തകം പറയുന്നത് അർദ്ധരാത്രിയിൽ എല്ലാവരും എതിരാണെന്നോ. സഭയ്ക്കെതിരെ പീഡനമുണ്ടായ ഒരു കാലഘട്ടം, നിരവധി ദൈവദാസന്മാർ യേശുവിന്റെ നാമത്തിൽ ചുട്ടരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. കോവിഡിന്റെ കാലഘട്ടത്തിൽ നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ നാം ഓർക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റിന്റെ പരിണിത ഫലത്തിന്റെ ഫലമായി പല കാര്യങ്ങളും വരുമ്പോൾ പ്രതിസന്ധി ഏറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉറപ്പാണ്. അർദ്ധരാത്രി എല്ലാവരും എതിരാകുന്ന യാമമാണ്, ഒറ്റപ്പെടുന്ന യാമമാണ്, പ്രയാസത്തോടിരിക്കേണ്ട യാമമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴാണ് പൗലോസ് പറയുന്നത്? അർദ്ധരാത്രിയിൽ ഒരുപക്ഷെ കാരാഗ്രഹത്തിലിട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ. പൗലോസിന്റെ ചരിത്രം പറയുന്നത്, തന്റെ തലവെട്ടി മാറ്റാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം കേൾക്കുന്ന പൗലോസ് പറയുന്നത് എന്താണ്? എന്റെ പ്രിയ തിമോത്തിയോസേ, നിങ്ങൾ പോകും അല്ലെ, നിങ്ങൾ സന്തോഷിക്കണം, ഉറച്ചു നിൽക്കണം. ഞാനിവിടെ പാനീയം ഒഴിക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. ദൈവമക്കളെ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ
പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ പറ്റുമ്പോഴാണ് ഏറ്റവും അനുഗ്രഹമായി. സഭയ്ക്കെതിരെ ഒരു അർദ്ധരാത്രി യാമമുണ്ട്, നിരവധിയായ പ്രയാസങ്ങൾ വന്ന യാമമുണ്ട്. അതുകൊണ്ട് നവീകരണ കാലഘട്ടത്തിൽ നിരവധി ദൈവദാസത്തിൽ ഒന്ന് മാസ്റ്റർ ജോൺ വൈറ്റ് എന്ന് പറയുന്ന 12 വയസ്സുകാരൻ, 12 വയസ്സുള്ള ജോൺ വൈറ്റിന് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ ആ കുഞ്ഞിനെ കോടതി വിധി ഏൽപ്പിച്ചു ഈ കുഞ്ഞിനെ തീക്കിരയാക്കണം. നമുക്കറിയാം തോമസ് കാർബൺ, ജോൺ വെസ്ലി, ജോർജ് സുമുല ഇത്തരത്തിൽ പല വിധത്തിൽ ചുറ്റരിക്കപ്പെട്ടവരാണ്. 12 വയസ്സുള്ള കുഞ്ഞിനെതിരെ കോടതി വിധി ഏൽപ്പിച്ചു, ഇവനെയും അഗ്നിക്കിരയാക്കണം. 12 വയസ്സേ ഉള്ളൂ. പക്ഷേ കോടതി വിധിയിൽ ഒരു കാര്യം കൂടി എഴുതി വെച്ചു, 12 വയസ്സ് മാത്രമേ കുഞ്ഞിനുള്ളത് കൊണ്ട് ഇവന്റെ ശരീരത്തിൽ വിറകെടുക്കുമ്പോൾ തലയുടെ താഴോട്ട് അടുക്കി വെക്കണം, തലയിൽ വിറക് വെക്കരുത്. ഏറ്റവും അവസാനം എണ്ണയൊടിച്ച് തീ കത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ അവസാന നിമിഷം ഈ കുഞ്ഞിനോട് ചോദിക്കണം, ഈ വേദപുസ്തകം എടുത്ത് തെറ്റാണെന്ന് പറയുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വേദപുസ്തകം എടുക്ക പുരോഹിതന്മാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രൂപക്കൂട്ടിൽ വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി ദൈവദാസന്മാർ നവീകരണ കാലഘട്ടത്തിൽ മുമ്പാണ് വേദപുസ്തകം ഏറ്റെടുത്ത് തെരുവിലേക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പീഡനങ്ങളും ഈ കുഞ്ഞും അത്തരത്തിൽ വേദപുസ്തകം വായിച്ചു. അതിന്റെ ഫലമായി അവരെ അഗ്നിക്കിരയാക്കാൻ വേണ്ടി പോവുകയാണ്. വിറകടുക്കി വെച്ചു, അവന്റെ കയ്യത്ത് ദൂരത്ത് ഒരു വേദപുസ്തകം വെച്ചു. തന്റെ ശരീരത്തിൽ ഇങ്ങനെ വിറകടുക്കി വെക്കുകയാണ്. തന്റെ അപ്പനും അമ്മയും ഈ 12 വയസ്സുള്ള ജോൺ വൈറ്റിന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, പോലെ ജോൺ വൈറ്റ്, എന്റെ കുഞ്ഞ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങിപ്പോ, എന്റെ പൊന്നുപോലെ ഇവർ കത്തിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ വേദപുസ്തകം എടുത്തത്, ഈ വേദപുസ്തകം വ്യാഖ്യാനിച്ചത്, അത് വായിച്ചത് തെറ്റാണെന്ന് നീ പറ, എന്നാൽ ഇവർ നിന്നെ വെറുതെ വിട്ടു. വിറകടുക്കി വെച്ചു, എണ്ണയൊടിച്ചു. അവിടെ പടയാളികൾ വന്ന് ചിതയ്ക്ക് തീ കൊടുക്കുന്ന സമയത്ത് 12 വയസ്സുള്ള കുഞ്ഞ് ജോൺ വൈറ്റ് തന്റെ കയ്യെത്തും ദൂരത്തിരിക്കുന്ന വേദപുസ്തകത്തിന്റെ കയ്യെത്തി പിടിച്ചു. വിറകടുക്കി വെച്ച് തലയിൽ അവൻ കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പാ മമ്മി, ഞാൻ യേശുവിന്റെ അരികിലേക്ക് പോവുകയാണ്, നിങ്ങളും അവിടെ വരണം. നിങ്ങൾ അവിടെ വരുവാൻ വേണ്ടി അതിലുള്ളതാണ് വേദപുസ്തകം ഉള്ളത് പറഞ്ഞ വേദപുസ്തകം എടുത്ത് തന്റെ മാതാപിതാക്കൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. ഓർക്കുന്ന ദൈവം, നിരവധി ആളുകൾ അവർ പറയുന്നത് നിങ്ങൾ പട്ടണത്തിലെ മേധാവിയ വേദപുസ്തകം ഏറ്റെടുത്തു. ഇന്നത്തെ ഒരു കാലം വിളിച്ചു പറയുന്നു, ഈ നാമധേയമായ കോടി പോകുന്ന യാമമാ, യേശു വേണ്ടി നിരവധി ആൾ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം. എത്രയോ നാളുകളായി അനേക ദൈവദാസന്മാർ യേശുവിന്റെ വരവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിട്ടുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവമേ പഴയതുപോലെ ദൈവത്തോട് വർദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ദൈവത്തോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ പറ്റുന്നുണ്ടോ? വേദനയുടെ താഴ്വരകളെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദൈവമേ, അനേക ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ചോര ചിന്തി യേശുവിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ വേദപുസ്തകം വായിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ 4ാമത്തെ യാമം അർദ്ധരാത്രി യാമമാണ്, 3ാമത്തെ യാമം കോടി പോകുന്ന യാമമാണ്. അതാണ് പറയുന്നത്, അനേകർ വിളിച്ചു പറഞ്ഞ യേശുവിന്റെ ആഗ്രഹമായിരിക്കും. നാളെ രാത്രിയിൽ ബാക്കിയുള്ള യാമത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവമക്കൾ വേദനയുടെ താഴ്വരകളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ആരും നിന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ച് കളയുമ്പോൾ, മേൽവിലാസം ഇല്ലാതിരിക്കുന്ന സമയത്ത് നിന്നെ തേടി വരുന്ന ദൈവം. അതാണ് അക്കരയ്ക്ക് യേശു യാത്ര ചെയ്യുന്നത്. സന്ധ്യായാമത്തിൽ നിലവിളി മാറ്റുക, വേദനകൾ മാറ്റുക, സങ്കടം മാറ്റുക. യേശു കർത്താവ് അക്കരയ്ക്ക് പോവുകയാണ്. 2ാമത്തെ അർദ്ധരാത്രി യാമമാണ്. എല്ലാവരും എതിരായി ചെയ്യുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന യാമം, പ്രയാസങ്ങളേറുന്ന യാമം, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന യാമം, ഒന്നിനു പറയുന്ന മരുഭൂമിയേറുന്ന വാതിൽ അടയ്ക്കപ്പെടുന്ന യാമത്തിലൂടെ ദൈവത്തിന് വേണ്ടി കടന്നു പോകേണ്ട ആരുമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്. ദൈവത്തോട് കൂടി യാത്ര ചെയ്യാൻ ഉറപ്പാണ്. അതാണ് വിശ്വാസം നിന്നെ ജ്വലിപ്പിക്കേണ്ടത്. 3ാമത്തെ യാമം കോടി പോകുന്ന യാമമാണ്. അനേക ദൈവദാസന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് നാഥൻ നടന്നെടുക്കുന്ന മേഘം ചേർക്കുവാൻ പോകുന്ന ഒരു യാമത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഭയപ്പാടിന്റെ രോഗാതരമായ പലവിധ ചോദ്യങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റണം, വിശ്വാസ ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് ജീവിക്കാൻ പറ്റട്ടെ. എത്ര കാലമാണ് നമ്മൾ ആയുസ് അറിയിച്ചില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. 55 വയസ്സുള്ള ക്രിസ്ത്യന എന്ന് പറയുന്ന ഒരു ആറ്റ് പറയുന്ന ഒരു സാക്ഷി, ഞാനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയ സമയത്ത് 55 വയസ്സുള്ള ക്രിസ്ത്യന എന്ന് പറയുന്ന ദാസി, ആ ദൈവത്തിന്റെ ദാസി ജനിച്ച് അന്ന് മുതൽ കട്ടിലെച്ചന്റെ കിടപ്പാണ്. അവർക്ക് ഇതുവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല. ശരീരം കയ്യും കാലും തളർന്നു കിടക്കുന്ന 55 വർഷം അവർ കുടിസുമുറിയിൽ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ദാസി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിറവഴികളോടുകൂടെ ദൈവത്തിന്റെ ഉച്ചത്തിൽ സ്തുതിക്കുന്നവരുണ്ട്. ഞാൻ ചോദിച്ചു, ആന്റി
55 വയസ്സുള്ളത്. ഈ വർഷങ്ങളിലെല്ലാം ഈ മുറിക്കകത്ത് മാത്രമാണ് നിങ്ങളുടെ ലോകം. വെളിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര ശക്തിയോടെ, ഇത്ര കരുത്തോടെ, ഇത്ര ആത്മാർത്ഥത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുന്നത്? 55 വർഷം മുറിക്കകത്ത് മാത്രം തളർന്നു കിടക്കുന്ന ദൈവദാസി ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുകയാണ്. അവർ കൈ വെള്ളയൊന്ന് ചലിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ച സമയത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. തളർന്നു കിടക്കുന്ന 55 വയസ്സുള്ള ആന്റി പറയുന്നു, ഇത്ര നല്ല ജീവിതം നൽകിയ ദൈവമേ നിനക്ക് നന്ദി. ഇത്ര നല്ല ജീവിതം നൽകിയ ദൈവമേ നിനക്ക് നന്ദി പറയുവാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് വേദനപ്പെടുമ്പോൾ, നമ്പരപ്പെടുമ്പോൾ 55 വർഷമായി തളർന്നു കിടക്കുന്ന ദൈവദാസ് പറയുന്നത്, ഇത്ര നല്ല ജീവിതം നൽകിയ ദൈവമേ നിനക്ക് നന്ദി. പ്രിയമുള്ളവരെ, ഈ രാത്രി ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ നമ്മുടെ വല്ലാതെ വൈറസ് ഒന്ന് ഭയപ്പെടുത്തുമ്പോൾ ശവക്കൊട്ടകളൊക്കെ നിറയപ്പെട്ടിരുന്ന, ഒറ്റപ്പെട്ടു പോയിരുന്ന പഴയ കാലത്ത് നമുക്കറിയാം, ഗൾഫിൽ നിന്ന് കാള് വരുമ്പോൾ അവിടെ വിമാനത്താവളത്തിൽ പോയി ക്യൂ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നെങ്കിൽ തമിഴ്നാട്ടിൽ നാം കണ്ടതല്ലേ, വിദേശത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ വീട്ടിലേക്ക് വന്നു. ഭാര്യയും അവർ കുഞ്ഞുങ്ങളും കൂടെ ഗേറ്റിന്റെ വെളിയിൽ നിർത്തി. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ, തമിഴ്നാട്ടിൽ ഗൾഫിൽ നിന്നും കഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കൊറോണ പേടിച്ചിട്ട് തന്നെ ഭർത്താവിന് വീട്ടിനകത്ത് കയറാതെ ഗേറ്റിന്റെ വെളിയിൽ നിർത്തി നാം കണ്ടതാണ്. ക്വാറന്റൈനിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ പോലെ തിരിഞ്ഞു നോക്കാതെ അവിടെ ഇരുന്ന് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുറംലോകം പറഞ്ഞതെന്ന് നാം മനസ്സിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമല്ലേ? ആരും നിന്റെ കൂടെ ഇല്ലാത്തൊരു കാലഘട്ടം, ഇന്നത്തെ ഒരു സമൂഹത്തിൽ സ്നേഹമില്ലാത്തൊരു കാലഘട്ടം. മാധ്യമങ്ങളിൽ വായിച്ചതല്ലേ ദൈവമക്കളെ, ചെന്നൈയിൽ ഒരു എയർപോർട്ടിൽ ഒരു പാവപ്പെട്ട അമ്മയിരുന്ന് കരയുന്നു. എന്താണ്? തന്റെ മകൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് എയർപോർട്ടിൽ. തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നതാ. എയർപോർട്ടിൽ അമ്മയിരുന്ന് കരയുവാൻ തുടങ്ങി. കുറെ നേരമായിട്ട് കാണുന്നില്ല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വന്നിരിക്കുമോ? സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞ് അവരുമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അമ്മേനെ ഈ എയർപോർട്ടിൽ ഉപേക്ഷിച്ചിട്ട് മകൻ അരമണിക്കൂർ മുമ്പ് അമേരിക്ക കടന്നു കളഞ്ഞു. അവരന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത്, അമേരിക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞ സ്വത്തെല്ലാം മേടിച്ചതിന് ശേഷം എയർപോർട്ട് വരെ അമ്മയെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയ മകൻ അമേരിക്ക കിടന്നു. നാം കണ്ടതല്ലേ മൈസൂരിൽ ഒരു പിതാവിനെ വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ വനത്തിൽ തന്റെ പിതാവിനെ ഉപേക്ഷിച്ചിട്ട് അവർ വളരെ വേഗത്തിൽ വാഹനത്തിൽ കയറി ഓടിച്ചു പോയത്. അവർ വിശന്ന് തളർന്ന് ഒരു വീടിന്റെ പടിക്കൽ പോയി പിതാവ് നിലവിളികളൊക്കെ എഴുതിയിട്ടിരുന്നു. നാം കണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആരും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ്. പച്ചമ്മയുടെ മരണത്തിൽ കൊലക്കത്തി കുത്തി ഇറക്കുന്ന, കൂടെ കിടന്ന ഭർത്താവിന്റെ കഴുത്ത് കരിക്കത്തി കരിഞ്ഞു മാറ്റുന്ന, സ്വന്തം ഭാര്യയെ മണ്ണനെ സ്വീകരിച്ചിട്ട് കൊലപാതക ആത്മഹത്യയാക്കി മാറ്റുന്ന, ഓർത്തു നോക്കണം, പ്രിയപ്പെട്ടവൾ പോലും പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധിയോടെ വേർപാട് ദൈവകൃപയോടെ ഈ ഒരു കാലഘട്ടത്തിൽ സന്ധ്യായാമം ദൈവത്തോട് ചേർന്നിരിക്കട്ടെ. അർദ്ധരാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഓടിയുള്ള യാമത്തിൽ ഒരുമിച്ച് ദൈവത്തെ നിലവിളിക്കാൻ കഴിയട്ടെ. നാം നടന്നെടുക്കുന്ന ഒരു യാമമുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും ദിവസം എഴുതിച്ച് നിൽക്കാം. എല്ലാവർക്കും സമാധാനം. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ എന്ന പാട്ട് ഗായകത്തോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ എന്ന പാട്ട് 15 പാട്ട് ഒരുമിച്ച് പാടി ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളെ സമർപ്പിക്കാം. Oh
ഈ കൺവെൻഷന്റെ രാത്രിയിൽ ദൈവങ്ങളുടെ രസകഥാവേ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, എൻ്റെ വേദനകൾ അറിയുന്നവർ, എൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നത് പോലെ ആ ദൈവത്തിന്റെ കരച്ചിലേക്ക് നമ്മെ തന്നെ ശ്രമിക്കുക. നാലിയാമങ്ങൾ നാഥൻ നടന്നെടുക്കുകയാണ്. സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴികൊടുന്ന യാമത്തിലോ പുലരുടെ യാമത്തിലോ എപ്പോഴാണ് നാഥൻ വരുന്നത്? തമ്പുരാനെ, സഭയ്ക്കൊരു അർദ്ധരാത്രിയാമം ഉണ്ടായിരുന്നല്ലോ. എന്റെ സന്ധ്യയായും എന്റെ കുടുംബമായി ഒരുമിച്ച് ഇടപെടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നോക്കുക, ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും ചേർത്ത് ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന യാമമാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ദൈവം ഞങ്ങളുടെ സന്ധ്യായാമങ്ങൾ പ്രാർത്ഥനയോട് ദൈവകൃപയോട് ഒരുമിച്ച് പങ്കിടുന്ന യാമാക്കി തീർക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ വീട് ഒരു മധ്യസ്ഥമാകാതെ, ഒരു സെമിത്തേരിയാകാതെ, ഒരു സിനിമാ തിയേറ്ററാകാതെ കർത്താവേ, എന്റെ വീട് യേശു വസിക്കുന്ന വീടായി തീരുക, യേശുള്ള വീടായി തീരുക, എന്റെ ഹൃദയത്തിൽ യേശുള്ളതായി തീരുക. തമ്പുരാനെ, കൃപചര്യയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നിങ്ങൾക്കൊരു അർദ്ധരാത്രി യാമമുണ്ട് കേട്ടോ. എല്ലാവരും എതിരാകുന്ന, ഒറ്റപ്പെടുന്ന, ഉള്ള തീയോടെ നടക്കുന്ന, ദൈവമേ ഉള്ളം തകരുന്ന, കണ്ണു നിറയുന്ന, മരുഭൂമിയേറുന്ന, വഴിയിൽ അടയ്ക്കപ്പെടുന്ന അർദ്ധരാത്രിയാമോ ദൈവമക്കളെ. ഈ ഒരു കാലഘട്ടത്തിൽ അർദ്ധരാത്രി പോലെ കോവിഡ്-19 കാലഘട്ടത്തിൽ ശവക്കുട്ടകൾ കർത്താവെ നിറയപ്പെട്ടപ്പോൾ, മോർച്ചകൾ നിറഞ്ഞു കിടന്നപ്പോൾ, ഉന്നതന്മാർ മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, ഈ രോഗാതിരമായ കാലഘട്ടത്തിൽ ഭക്തിയോട് ഭയത്തോട് വീണ്ടും വന്നാരാധിപ്പാൻ ദൈവമേ കൃപ ചൊരിഞ്ഞല്ലോ. തമ്പുരാനെയുടെ സാന്നിധ്യം ഇറങ്ങണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ആ യേശുവിന്റെ മുൻമുഖത്തേക്ക് നമുക്ക് നോക്കാം. മറ്റാരെ നമുക്ക് നോക്കണ്ട. നിന്റെ വേദനയിൽ ഉന്നതമാണെങ്കിലും, നിന്റെ വേദനയിലും ഭാരങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും തകർച്ചകളിലും നിന്റെ ഏറിയ തമ്പുരാനുണ്ട്. എത്ര വലിയ വേദനയാണെങ്കിലും ക്രിസ്തുവിന്റെ ചുറ്റിൽ നിന്ന് തമ്പുരാനുണ്ട് ചോദിക്കുന്ന തമ്പുരാനെ, എന്റെ പ്രാണനാഥ, നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എത്രത്തോളം എന്നെ കാണുന്നുണ്ട് കർത്താവേ. ഉള്ളം നിറയുമ്പോൾ, കണ്ണു നിറയുമ്പോൾ കർത്താവേ, യേശുവിന്റെ മുൻമുഖത്തേക്ക് നോക്കുവാൻ ഈ രാത്രിയിൽ ആ ക്രൂസിലേക്ക് നമുക്ക് നോക്കാം. ദേശത്തിന്റെ ഇരുണ്ട താഴ്വരത്തടത്തിലും ശാന്തിയുടെ വെള്ളിക്കതിരുകൾ പ്രഭവനത്തിൽ കാണാം. ഉച്ചക്കൊടുമ്പയിൽ ഉജ്ജ്വലിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു സൂര്യൻ കാൽവരിയിൽ അസ്തമിക്കുന്നു. നസ്രയത്തിൽ നിന്നും ഗലീല വഴി കാൽവരിയിലേക്ക് നടന്നു കയറിയ വരപ്പണിക്കാരൻ എന്റെ പ്രാണനാഥൻ, എന്റെ ക്രിസ്തു കർത്താവേ, ഈ ജീവിതത്തിൽ ഓരോ ദിനവും അങ്ങോട്ട് ചേർന്ന് യാത്ര ചെയ്യുക. ഉടയ്ക്കപ്പെടുമ്പോൾ കർത്താവേ, തകർക്കപ്പെടുമ്പോൾ ഒരു ഭക്തന്റെ ഭാവനയിൽ നാഥ, നീതിനായി കൊലപാതകർക്കൊപ്പം നിന്ദിവരണം സ്വീകരിക്കുകയാണോ? എന്റെ പ്രാണനാഥനെ കൂർത്തുമൂർത്തി ഇരുമ്പാണികളാണോ കർത്താവേ സംയോഗരണം? കൊത്തി തുളയ്ക്കുന്ന മുനകളുള്ള മുള്ളുകളാണോ ദൈവമേ മകുടോലക്കാരോ? ഓ ഓർക്കവയ്യ, സനാതന പ്രഭചരിഞ്ഞ് ദയാശീതളമായി വിശ്വവശമായി പുച്ചിരി പൂനിലാവുയർത്തി എന്റെ പ്രാണനാഥ, നീ തകർക്കപ്പെടുകയാണ്. ഏത് ഭാവിക്ക് വേണ്ടി ഉടയ്ക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന ആ കാൽവരി ക്രൂശിലേക്ക് നമുക്ക് പുറമാശം പാടിയ പോലെ യേശു രക്തപ്പെടുക, യേശു രക്തം സൗഖ്യമാ, യേശു രക്തം ജയമായി ചെയ്യുക കർത്താവേ. ഇരുട്ടിന്റെ കോട്ടകൾ എത്ര പ്രബലമാണെങ്കിൽ യേശു രക്തം നീരാത്തിരിക്കാതെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ അനുഭവങ്ങളെ യേശുവിന്റെ മുന്നേറ്റ മുദ്രകിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, യാചന അറിയുന്നവരുണ്ട്. ഏതൊക്കെ പ്രതികൂലമെന്നത് നമ്മുടെ കഴിവല്ല കേട്ടോ, നമ്മുടെ യോഗ്യതകളല്ല, നമ്മുടെ പാരമ്പര്യമല്ല, കൃപയാണ് കർത്താവേ. അവിടുത്തെ കൃപയൊന്നു മാത്രമാണ് നാഥ. യോഗ്യത ഒന്നുമില്ല കർത്താവേ. ഇല്ലായ്മകളെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ കർത്താവേ, ജീവിതത്തിൽ ഇത്ര നല്ല ജീവിതം നൽകിയ ദൈവമേ നിനക്ക് നന്ദി എന്ന് നമുക്കത് പറയുവാൻ പറ്റും. നമ്മുടെ ഹൃദയം തുടിച്ച് ദൈവത്തോട് പറയും കർത്താവേ, ഭയം വന്ന വാതിക്കൽ മുട്ടുമ്പോൾ വിശ്വാസം വന്ന വാതിൽ തുറക്കട്ടെ. ഭയം വന്ന വാതിക്കൽ മുട്ടുമ്പോൾ വിശ്വാസം വന്ന വാതിൽ തുറക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക.
സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ കൺവെൻഷന്റെ പ്രാർവരാത്രിക്കായി സ്തോത്രം നൽകാം. ഞങ്ങൾക്കൊരു യാമങ്ങളുണ്ടല്ലോ കർത്താവേ, സന്ധ്യായാമത്തിലോ അർദ്ധരാത്രിക്ക് കർത്താവേ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, മരുഭൂമിയേറുമ്പോൾ, വഴികൾ അടയ്ക്കപ്പെടുമ്പോൾ, പ്രയാസത്തോടെ രോഗത്തോടെ കണ്ണുനീരോടെ കർത്താവേ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആരുമില്ലാതെ കർത്താവേ പാടി തളർന്നിരിക്കുമ്പോഴോ ഉലകവിൽ കൊണ്ട് ഞാൻ പാടി വീഴാതിരിപ്പാ തടലെനിക്ക് തരുന്ന വലഭാഗത്തുള്ള എന്റെ യേശുവേ, നീ എന്തും നല്ലവനാണ്. വചനം കേട്ട് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഏത് സംബന്ധിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉള്ളം തുടിക്കട്ടെ, കണ്ണു നിറഞ്ഞ കർത്താവേ, പാദം തുടിച്ച് പ്രാണനാഥനെ ഞങ്ങളെ ചേർക്കാമെന്ന വേഗത്തെ ആഴമായി ബോധിച്ചുകൊണ്ടുകൂടെ നാഥ കാത്തിരിപ്പാൻ സഹായിക്കണമേ. അത്യുതടുത്ത വേദനെടുത്ത അവനടുക്കൽ വാദിക്കൽ നിൽക്കുന്ന എതിർക്കുന്ന ഭരണവാദിക്കൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കുക, കുറെ കൂടെ ആരാധിക്കുക, വിശ്വാസം ജ്വലിക്കുക, വിശ്വാസം ഉറയ്ക്കുക. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ വേദനയോടെ കണ്ണുനീരോടെ നിൽക്കുന്ന ആരെങ്കിലും കർത്താവേ, കർത്താവേ കരുണ ചെയ്യണമേ, ആശ്വസിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ, നീ കൃപയുമായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേക കടപ്പാട് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഹോളി ട്രിനിറ്റി ഇംഗ്ലീഷ് ഇടവകയിൽ നിന്ന് കമ്മിറ്റി അംഗങ്ങൾ വന്നിട്ടുണ്ട്. ട്രഷറർ ജെയിംസ് ജോർജ് ഉണ്ട്, കമ്മിറ്റി മെമ്പേഴ്സ് മിസ്റ്റർ ബിജി ഉണ്ട്, അതുപോലെ മിസ്റ്റർ ബിജു ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും കൃത്യം 6 മണിക്ക് തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഏരിയ സെക്രട്ടറി ശ്രീ ഫ്രാങ്ക്ലിൻ സാറിനോട് എല്ലാവരോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ജോയിസച്ചനോടുള്ള പ്രത്യേക ഇടപാട് സമയത്ത് അറിയിക്കുന്നു. വേറെന്നോട് ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നാളെ കടന്നു വരിക. ഇത്രയും അനുഗ്രഹിച്ച് ദൈവം നമുക്ക് ഈ സന്ധ്യ തന്നല്ലോ. വലിയ മഴയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നല്ല കാലാവസ്ഥയൊക്കെ ദൈവം ഒരുക്കി തന്നു. എല്ലാ മുഖത്തും ദൈവത്തിന് അർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ വലിയ സമയത്തിനായി ഞങ്ങൾ നിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ കർത്താവേ, സന്ധ്യാസമയം, അർദ്ധരാത്രിയുടെ സമയം, കർത്താവെ കോഴി കൂടുന്ന സമയം, ഇങ്ങനെയുള്ള യാമങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകേണ്ടിയവരാകുന്നു എന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിച്ചത്. കർത്താവെ, ഓരോ യാമങ്ങളിൽ കർത്താവെ ഉണർന്നിരിപ്പാനായിട്ട്, കർത്താവെ നിന്റെ വരവിന് വേണ്ടി ജാഗ്രതയോടെ ഇരിപ്പാനായിട്ട് നീ അടിയങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥന. ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ ഇമ്പങ്ങളിൽ ഒക്കെ അവിരമിച്ച് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന നിമിഷങ്ങളെ സന്ദർഭങ്ങളൊക്കെ അലക്ഷ്യമായി ചെലവിട്ട് പോകുന്ന കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ഐശ്വര്യമായ അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് കർത്താവെ അവിടുന്ന് സംസാരിച്ചതോർത്ത് വചനം സംസാരിച്ച പ്രിയ ചെയ്തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. നാളത്തെ ശുശ്രൂഷിക്കാതെ ദാസനെ ബലപ്പെടുത്തണമേ. പകർത്തെ യാത്രയിലെല്ലാം അവിടുന്ന് കൂടിയിരുന്നുവല്ലോ കർത്താവെ, അടിയങ്ങൾ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ രാത്രിയിലും മടക്ക യാത്രയിലും ശ്രമത്തിലും തിരു സാന്നിധ്യം കൂടിയിരിക്കണമേ. നാളത്തെ പകലിനായിട്ട് നീ അടിയങ്ങൾ ഒരുക്കണമേ. നാളത്തെ പകലും സന്ധ്യയും ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരയണമേ. ഓരോ സന്ധ്യയും കർത്താവിനോട് ചേർന്ന് ചിലവഴിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. അർദ്ധരാത്രിയുടെ ഒരു അനുഭവം വരുന്നു എന്ന് കർത്താവെ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. പകലുള്ളിടത്തോളം തൻ്റെ വേലയെ കർത്താവ് ചെയ്യുവാനായിട്ട് അവിടെ ഞങ്ങൾ ഉപദേശിപ്പിച്ചുവല്ലോ. ഞങ്ങൾക്ക് കർത്താവ് നൽകുന്ന പകല്, ഞങ്ങൾക്ക് നൽകുന്ന നല്ല സന്ദർഭങ്ങൾ, സമയങ്ങൾ കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ലോകത്തിൻ്റെ കർത്താവെ ഹ്രസ്വമായ ഒരു കാലയളവ് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ളൂ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അത് കർത്താവിന് വേണ്ടി, കർത്താവിന് പ്രസാദമുള്ള ജീവിതം ചെയ്ത് പൂർത്തീകരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. നമ്മളാൽ നിറയ്ക്കണം, ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞിരിക്കണം. യേശു മശിഹാമൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പരിശുദ്ധമാക്കണമേ. എൻ്റെ രാജ്യം വരയണമേ. എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോഗ്യം ക്ഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാണ്. ആമേൻ.
വിശ്വാസമുള്ള ഹൃദയങ്ങളോട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് ദിനംതോറും നമ്മെ കർത്താവിന് വരവരായിട്ട് ഒരുക്കി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സംസർഗവും സഹവാസവും പ്രിയമുള്ളവരെ നല്ലവരോടും നമ്മുടെ ജീവിതത്തോടും ആവശ്യങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ സമയത്ത് ഒരു പാട്ട് പാടുന്നതാണ്. ആ സമയത്ത് ശാന്തമായിട്ട് നമ്മൾ പിരിഞ്ഞു പോകാം. കൺവെൻഷന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പിരിവൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്ര കാഴ്ചയാണ് അതിനുള്ള വരുമാനമായിട്ട് നാം കണക്കാക്കുന്നത്. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ ആ നിലയിൽ സഹായിക്കണമെന്ന് അറിയിക്കുന്നു. നമുക്ക് സമാധാനത്തോടെ പോകാം.